ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിവിഷൻ ക്ലാസ്സാണ് എടുക്കുന്നത്. 5th സെമസ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിവിഷൻ ക്ലാസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാര്യം ഫസ്റ്റ് ചാപ്റ്ററിന് നമുക്കൊരു 1.5 hours ലെങ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ ടോപ്പിക്ക് പറഞ്ഞു പോകാൻ നമുക്ക് റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 2 ക്യാപിറ്റൽ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ്. ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, എന്താണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ സ്വഭാവം എന്താണ്? ക്യാപിറ്റൽ സ്കെയർസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? ഓക്കെ, വാട്ട് യു മീൻ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നൊരു ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റെഫേഴ്സ് ടു ഡിസിഷൻ റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ. ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചെടുക്കുന്നതിൻ്റെ പേരാണെന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ് ടേം ഇവിടെ. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. ഡിസിഷൻ റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഓക്കെ, ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അതിന് ചെറിയൊരു ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ പേരാണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മീനിങ് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഓക്കെ, എന്താണ് മീനിങ് എന്നുള്ളത് ചോദിക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഡിസിഷൻ റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അസറ്റ്സ്. ഓക്കെ, നമുക്കറിയാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് കണ്ടു. അതുകൊണ്ട് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അസറ്റ്സ് ഓർ പ്രൊജക്ട്സ് വിച്ച് പ്രൊവൈഡ് ലോങ് ടേം ബെനിഫിറ്റ്സ്. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ R.M. ലിഞ്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റ് ഇൻ പ്ലാനിങ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ ഫോർ ദി പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം. അതായത് സ്ഥാപനത്തിൻ്റെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി എന്താണ്? അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് കണ്ടു. എന്താണ് അസറ്റ്? അസറ്റ് ഇസ് ആൻ എന്താണ് തിങ് വിച്ച് ഓർ എ അസറ്റ് ഇസ് എ പ്രോപ്പർട്ടി വിച്ച് ഗിവ്സ് യു ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് തരുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? അസറ്റ്സ്. അപ്പോൾ അതേപോലെ അപ്പോൾ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി സമ്മാനിക്കുന്ന അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ് അതിനുവേണ്ടി ചെയ്യുന്ന പ്ലാനിങ് ആണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ മീനിങ് നോക്കാനായിട്ടുള്ളത്. ഇനി അത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ എന്താണ്? ലോങ് ടേം ആക്ടിവിറ്റീസ്. ലോങ് ടേം ആക്ടിവിറ്റീസിലാണ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ മീനിങ് പഠിച്ചാൽ തന്നെ ആ ഫസ്റ്റ് ഫീച്ചർ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എന്താണ്? ലോങ് ടേം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പിന്നെ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേസ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ടാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട്, അതായത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിൽ ഇൻവോൾവ് ലാർജ് ഔട്ട്ലേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, കറണ്ട് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. നമ്മുടെ കറണ്ട് ഫണ്ട് എന്താണ്? ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എന്താണ് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അല്ലെ, നമ്മുടെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് 1 lakh rupees, നമുക്ക് 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 lakh rupees ലോക്കായി പോകും. അല്ലേ, പിന്നെ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ട് എന്താണ് ആ 1 lakh നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതേമാതിരി നമ്മളെ കറണ്ട് ഫണ്ട് ഫ്യൂച്ചർ ബെനിഫിറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ത്? ഈ പറഞ്ഞ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ് ആണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ഉണ്ട്. അല്ലെ, ഹ്യൂജ് എമൗണ്ട് അത് വലിയൊരു കാലയളവിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. റിസ്ക് ഇസ് ഹൈ. ആറാമത്തെ പോയിന്റ് ഇതാ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആർ ഇറിവേഴ്സിബിൾ. നമുക്ക് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസിഷനാണ് ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. പിന്നെന്താണ്? ഇതിൻ്റെ പീരിയഡ് ലോങ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്, എന്താണ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് ഫണ്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ലാർജ് ഔട്ട്ലേ ആണ്, ലാർജ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ് വരിക. ലോങ് ടേം ആക്ടിവിറ്റി ആണ്. ഇത് ഇറിവേഴ്സിബിൾ ആണ്.
ഈ പോയിന്റുകളൊക്കെയാണ് നിങ്ങൾ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മളോട് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്താണ് വാട്ട്സ് ദ റോൾ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ പോയിന്റ്സ് എഴുതി വെക്കുക. എന്താണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വലിയൊരു ഫണ്ട് കുറേ കാലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു നീഡ് എ പ്രോപ്പർ പ്ലാനിങ്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ ഫണ്ട് ചിലപ്പോൾ നമുക്ക് കൈമോശം വന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെ, ജീവിതകാലം മുഴുവൻ വീട്ടിയാലും തീരാത്തൊരു നഷ്ടത്തിലേക്ക് നമുക്ക് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ദേ ഹാവ് എ ലോങ് ടേം ഇംപ്ലിക്കേഷൻ. ദീർഘകാലത്തേക്ക് നമുക്ക് സഹായകമാകുന്ന ഒരു ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഇൻ എ ഹ്യൂജ് എമൗണ്ട്. വലിയൊരു എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇറിവേഴ്സിബിൾ ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദർ ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസ്ക് അല്ലേ. റിസ്ക് ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടു മേക്ക് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ബിഫോർ യു ഇൻവെസ്റ്റ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് സം. ഓക്കെ, ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഗ്രോത്ത്. ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ സ്ഥാപനം വളരുള്ളൂ, നമ്മളും വളരുള്ളൂ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്താണ്, നമ്മുടെ വളർച്ചയ്ക്കും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്, ഇത് നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് കാണിക്കാൻ കൂടിയുള്ളൊരു സംഗതിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. മെയിനായിട്ട് പോയിന്റ് പഠിക്കുക. ഈ തന്നിരിക്കുന്ന ഇതിൻ്റെയൊക്കെ വിവരണങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ചു പോവുക. നിങ്ങളുടെ ഓൺ വേർഡ്സിന് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സ് തന്നെ അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻസിൽ ഒരു 3 പോയിന്റും കൂടി വരുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷനാണ്. അവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ആ ഒരു പ്ലാനിങ് നമ്മളെ കൃത്യമായിട്ടും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അതാണ് 7ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് കൺട്രോൾ. അല്ലെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് പലതരത്തിലുള്ള കോസ്റ്റ് എഫിഷ്യൻസി നമുക്ക് സഹായിക്കാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ ചിലവ്, ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ചിലവുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ, അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് വെൽത്ത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലേ കൂടുതൽ റിട്ടേൺ വരുള്ളൂ, കൂടുതൽ നമുക്ക് വെൽത്ത് സമാഹരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ്. പ്രോസസ്സാണ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഈ പോയിന്റ്സ് പഠിക്കുക. പോയിന്റ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റായിട്ടും സെക്കൻഡായിട്ട് തന്നെ എഴുതുക. പോയിന്റ് ഷഫിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഫസ്റ്റ് പോയിന്റ് എന്താണ്, പ്രൊജക്റ്റ് ജനറേഷനാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പ്രൊജക്റ്റ് ജനറേഷനാണ്. അപ്പോൾ പ്രൊജക്റ്റ് ജനറേഷൻ എന്താ പറയുന്നത് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് ബിഗിൻസ് വിത്ത് ജനറേഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഉണ്ടാക്കണം. നമുക്കൊരു പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യണം. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് ഷുഡ് ബി ജനറേറ്റഡ്. അതൊരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ അങ്ങനത്തെ ഒരു ബിസിനസ് പദ്ധതി അതൊരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വരണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്താണ്, പ്രൊജക്റ്റ് സ്ക്രീനിങ് ആണ്. ഈച്ച് പ്രപ്പോസൽ ഇസ് ദെൻ സബ്ജക്ട് ടു എ പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ് ഇൻ ഓർഡർ ടു ആക്സസ് വെദർ ഇറ്റ് ഈസ് ടെക്നിക്കലി ഫീസിബിൾ. അതായത് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ഫീസിബിൾ ആണോ, അതിൽ മറ്റെല്ലാ ഫാക്ടേഴ്സും അതിന് അനുകൂലമായിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര പ്രതികൂലമായ ഫാക്ടേഴ്സ് അതിനുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. അതാണ് പ്രൊജക്റ്റ് സ്ക്രീനിങ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ തിന്നുണ്ട്. ഫസ്റ്റ് വേർഡ് എന്താണ്, പ്രൊജക്റ്റാണ്. ഫസ്റ്റ് ജനറേഷനാണ്. ഓക്കെ അല്ലേ, ജനറേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് പോയിന്റ് വരിക. സെക്കൻഡ് സ്ക്രീനിങ് ആണ്, അത് കണ്ട് മനസ്സിലാക്കൽ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, എന്താ പറയുന്നത്, ദ പ്രൊജക്റ്റ് ഐഡിയാസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രപ്പോസൽ. ഓരോ പ്രപ്പോസലിൻ്റെയും പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, പ്രൊജക്റ്റ് സെലക്ഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടാവും. ഒരുപാട് പ്രൊജക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കും, ഇതിനെങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൽ 2 നമ്മൾ ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് 2 ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇത് ഒഴിവാക്കി ചിലപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് പ്രൊജക്റ്റ് സെലക്ഷൻ. പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഫണ്ട് ഇതിലേക്ക് ഇറക്കും, നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ലാസ്റ്റ് പോയിന്റ്, പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും
പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, പെർഫോമൻസ് റിവ്യൂ ആണ് നെക്സ്റ്റ് പോയിന്റ്. പെർഫോമൻസ് റിവ്യൂ ആണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒക്കെ കഴിഞ്ഞ് പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വി നീഡ് ടു റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് ദ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന കാര്യം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സൈഡ് ഹെഡിങ്. അപ്പോൾ എത്ര ക്യാഷ് ഫ്ലോ വരും, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്ര പൈസ നമ്മൾ ഒഴുക്കണം എന്നുള്ളതാണ് ഈ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ എന്നൊരു ചെറിയൊരു വേർഡ് പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ ഇൻക്ലൂഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഔട്ട്ഫ്ലോ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ്. ക്യാഷ് ഇൻഫ്ലോ മീൻസ് ബെനിഫിറ്റ്സ്. അതായത് നമുക്ക് വരുന്ന ചിലവുകളെയാണ് എന്ത് പറയുക, ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് വരുന്ന ചിലവുകളെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാം. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങി നമുക്ക് വരുന്ന റിട്ടേൺസിനൊക്കെ എന്ത് പറയും, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടുമാണ് ക്യാഷ് ഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, കൺസിഡറേഷൻസ് ഇൻ ഡിറ്റർമിനിങ് ക്യാഷ് ഫ്ലോ. കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ക്യാഷ് ഫ്ലോ, അതായത് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഈ ക്യാഷ് ഫ്ലോൻ്റെ എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ. എത്ര ഫണ്ട് ഇറക്കണം, അതിന് എത്ര ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അനുമാനിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് ക്യാഷ് എത്ര ഔട്ട്ഫ്ലോ വരും, എത്ര ചിലവാകും, എത്ര ക്യാഷ് ഇന്നിലേക്ക് വരും. ഓക്കെ, അതൊരു അനുമാനം ഉണ്ടാക്കലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ ക്യാഷ് ഫ്ലോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്, ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എത്ര വരുമെന്ന് കണ്ടുപിടിക്കുക. തിയററ്റിക്കലി 2 ഓൾട്ടർനേറ്റീവ് ക്രൈറ്റീരിയ അവൈലബിൾ ടു എക്സ്പ്രസ് ബെനിഫിറ്റ്സ് ആർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് എന്താണ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോ, ഫസ്റ്റ് ക്യാഷ് ഇൻഫ്ലോ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണ്. അക്കൗണ്ടിങ് ടേംസിൽ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ്. One is accounting profit and other is cash flow. Cash flow takes into account of non-cash expenses like depreciation while estimating future benefit. അതായത് ചില എക്സ്പെൻസസ് നോൺ ക്യാഷ് എക്സ്പെൻസ് വരാം, അതിലൊന്നാണ് എന്ത്, ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, അതും കൺസിഡർ ചെയ്യുക. അതേമാതിരി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടാൻ പോകുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റും കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് എന്താണ്, ഫസ്റ്റ് കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ക്യാഷ് ഫ്ലോ ആണ്. ഇനി സെക്കൻഡ് കൺസിഡറേഷൻ വരുന്നത് ശ്രദ്ധിക്കുക. സെക്കൻഡ് കൺസിഡറേഷൻ വരുന്നത് എന്താണ്, ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ആണ്. എന്താണ് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ? ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ആർ ദോസ് ക്യാഷ് ഫ്ലോസ് വിച്ച് ആർ ഡയറക്ട്ലി എഫക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഫോർ എക്സാമ്പിൾ, എ ഫേം is having a outflow of 10,000 rupees per annum and the cash inflow is 15,000 per annum. Subsequently, to acceptance of the project, the cash outflow and cash inflow are likely to be 12,000 and 20,000 respectively. In this case, we shall take into account only the differential cash flow, which is 2,000 and differential cash flow of 5,000. അതായത് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ നോക്കുക. അപ്പോൾ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതായത് നമുക്ക് കിട്ടുന്നത്, ഫേമിന് കിട്ടുന്നത് 10,000 രൂപ ചിലവായി 15,000 രൂപയാണ് ഫേം എന്ത് ഇവിടെ ബെനിഫിറ്റ് വാങ്ങുന്നത് എങ്കിൽ, പക്ഷേ എന്താണ് സബ്സിക്വൻ്റ്ലി ആക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 12,000 രൂപയും 20,000 രൂപയും എന്ത് കിട്ടണം, നമുക്ക് ഇത്രയും ചിലവും വരണം ഇത്രയും വരവും വരണം എന്ന് വിചാരിക്കുക. പക്ഷേ വന്ന ചിലവ് 10ഉം എന്താണ് കിട്ടുന്ന വരവ് എത്രയാണ് 15ഉം. ഇത് നമ്മുടെ ഡിഫറൻസ് ആണെന്ത് ഈ പറയുന്ന ഡിഫറൻഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ത് ഈ പറഞ്ഞ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ നോക്കണമെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഈ ഒരു മീനിങ് ഇവിടെ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മീനിങ് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ആർ ദോസ് ക്യാഷ് ഫ്ലോസ് വിച്ച് ആർ ഡയറക്ട്ലി എഫക്റ്റഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നൊന്ന് ഓർത്ത് വെക്കുക എക്സാമിനേഷന്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷന് വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് സങ്ക് കോസ്റ്റ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. Sunk costs are those costs which are already incurred and are irrecoverable. ഓൾറെഡി നടന്നതും അതേമാതിരി ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ചില ചിലവുകളാണ് സങ്ക് കോസ്റ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിലവാക്കുന്ന ഒരുപാട് ചിലവുകൾ ചിലപ്പോൾ തീരെ തിരിച്ച് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ചിലവുകളുണ്ടാവും. അതാണ് എന്ത് സങ്ക് കോസ്റ്റ്. സെക്കൻഡ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ടു അണ്ടർടേക്ക് ദ പ്രസൻറ്റ് ഓൾട്ടർനേറ്റീവ്. 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്, ഒരു പ്രൊജക്റ്റ് എടുക്കാനും മറ്റൊരു പ്രൊജക്റ്റ് എടുക്കാനും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക,
ഇതിന് നമുക്കൊരു 1000 രൂപയാണ് കിട്ടാൻ പോകുന്ന വരുമാനം, ഇതിന് 2000 രൂപയാണ് കിട്ടാൻ പോകുന്ന വരുമാനം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? 2000 ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? 2000 രൂപ വരുമാനം കിട്ടുന്നത് സെലക്ട് ചെയ്യാൻ കാര്യം ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവാണ്, ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലാണ്. അല്ല, ഇത് നഷ്ടപ്പെടുത്താൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലാണ്, കുറവാണ്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ കൃത്യമായിട്ട് ഈ പാസേജ് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, മീനിങ് ഈ പാസേജ് നോക്കിയിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ടു അണ്ടർടേക്ക് പ്രസൻറ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ. ഇനി ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് ഇൻഫ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ് ലോങ് ടേം പീരിയഡ് ടൈം, ഹെൻസ് നെസറി ടു കൺസിഡർ എഫക്റ്റ് ഓഫ് ടൈം ആൻഡ് ഇൻഫ്ലേഷൻ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ചാൽ സമയം ചെല്ലുന്തോറും പൈസേൻ്റെ മൂല്യം കുറഞ്ഞു വരും, അതേമാതിരി സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യും. ഓക്കെ, സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് കൂടുന്നതിൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. പിന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്താണ്? പൈസേൻ്റെ മൂല്യം ഭാവിയിൽ കുറയുന്നതിൻ്റെ പേരാണിത് ടൈം വാല്യൂ ഓഫ് മണി. ഇനി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ബിസിനസ് നടത്തിപ്പിനായിട്ട് വെച്ചിരിക്കുന്ന ക്യാപിറ്റലാണിത് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അക്കൗണ്ടിങ് ടേംസിൽ പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ ഫിനാൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെയിം തന്നെ, അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നമ്മളുടെ ഡിഫറൻസ് തന്നെയാണ് ഫിനാൻസിൽ നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻലി എന്താണ് ഫേം നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവാണെന്ത് ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ അടുത്തായിട്ട് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ട്. ഒന്നെന്താണ് ദർ ആർ 3 types. ഓക്കെ, 3 types ഓഫ് ക്യാഷ് ഫ്ലോ. ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 types എന്ന് എഴുതുക. ഫസ്റ്റ് വൺ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ആണ്. അതിൻ്റെ പേര് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഇറ്റ് ഇസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ബിഗിനിങ് എ ന്യൂ പ്രോജക്റ്റ്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം സ്ഥലം വാങ്ങണം, അവിടെ അല്ലെങ്കിൽ അത് പാട്ടത്തിന് എടുക്കുക, വാടകയ്ക്ക് എടുക്കുക, അതിൻ്റെ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ നമ്മൾ ബിൽഡിംഗ് കെട്ടണം, അല്ലെങ്കിൽ ബിൽഡിങ്ങിന് ആദ്യം അഡ്വാൻസ് കൊടുത്ത് അത് വാടകയ്ക്ക് എടുക്കാൻ വേണം. അപ്പോൾ ഇനീഷ്യലായിട്ട് വരുന്ന എല്ലാ ചിലവുകളാണ് ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് എ സീരീസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇൻ ഫോം ഓഫ് ബെനിഫിറ്റ്സ് ഓർ റിട്ടേൺസ്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് വല്ല വരുമാനമൊക്കെ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ക്യാഷ് ഇൻഫ്ലോ. അതിനുശേഷം വരുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരാം? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരാം. അല്ലെങ്കിൽ നമ്മൾ ആ ഓപ്പറേഷനായിട്ട് പിന്നെ ഈ സ്ഥാപനം നടത്തിക്കാൻ ഇലക്ട്രിസിറ്റിക്ക് ചിലവ് വരാം, അല്ലേ? തൊഴിലാളികൾ വെക്കും, നമ്മൾ അവർക്ക് സാലറി കൊടുക്കണം. അതെന്താണ്? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോവും ക്യാഷ് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോയും. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് അടുത്ത് നോക്കേണ്ടത് ടെക്നീക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നീക്സ് ആണ് നമ്മൾ അടുത്തായി നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ് എന്ന് അതിന് പറയും. ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ്. Capital budgeting decisions are taken by using various techniques or methods. All techniques of capital budgeting may be classified into 2. One is traditional techniques and one is modern technique. Traditional technique എന്നും modern technique എന്നും പറഞ്ഞ 2 രീതിയിലാണ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്സ് 3 തരത്തിലുള്ളത്. ഒന്ന് പേ ബാക്ക് മെത്തേഡ്, ഒന്ന് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, ഒന്ന് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോഡേൺ ടെക്നീക്സ് എന്താണ്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണ്. അത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. മോഡേൺ ടെക്നീക്സിൽ 4 തരം മോഡേൺ ടെക്നീക്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് വൺ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. തേർഡ് വൺ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. ഫോർത്ത് വൺ ഈസ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, NTV മെത്തേഡ്. ഇത് NPV മെത്തേഡ്, ഇത് പ്രോഫിറ്റബിലിറ്റി PI മെത്തേഡ് എന്ന് പറയും. ഇത് IRR മെത്തേഡാണ്. ഇതെന്താണ്? NTV മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടുള്ള പേ ബാക്ക് മെത്തേഡാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് പേ ബാക്ക് മെത്തേഡ് എന്ന് നോക്കാം. അപ്പോൾ പേ ബാക്ക് മെത്തേഡ് നിന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പേ ബാക്ക് പീരീഡ് എന്നൊരു തിയറി ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേ ബാക്ക് പീരീഡ് ഇസ് ദ ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ, ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ മാസം നമുക്ക് അല്ലെങ്കിൽ വർഷം നമുക്ക് 10,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഒരു 1 ലക്ഷം നമുക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയെങ്കിലും വേണം? നമുക്കൊരു 10 വർഷമെങ്കിലും വേണം. ഓക്കെ, അതാണ് പേ ബാക്ക് പീരീഡ്. അല്ലേ, നമ്മൾ അത്രയും റിട്ടേൺ കിട്ടിയിട്ട് ഈ ലക്ഷം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 10 വർഷമെങ്കിലും നമുക്ക് വേണം. അതാണ് പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ. ഓക്കെ, ദ ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് എന്താണ് പേ ബാക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? പേ ബാക്ക് മെത്തേഡ്.
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണെങ്കിൽ എല്ലാ പ്രതിവർഷവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രതിവർഷവും ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, അതിനൊരു മാറ്റം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ ഡിവൈഡ് ബൈ എന്താണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നിങ്ങൾക്ക്. പ്രൊജക്റ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട്ലേ, അതായത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ആൻഡ് ജനറേറ്റ്സ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് റുപ്പീസ് 1 lakh. ഓക്കെ, 1 lakh റുപ്പീസ് ആണ് എന്ത് വരുന്നത്, ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ഇവിടെ വരുമാനം വരുന്നത് പ്രതിവർഷം 1 ലക്ഷമാണ്, ചിലവാക്കിയിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആനുവലി ഫോർ 7 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. 7 വർഷം വരെ ഇവർക്ക് ഈ 1 ലക്ഷം രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോ കിട്ടിയിട്ടുണ്ട്. ഇവർ എത്ര കാലം കൊണ്ടാണ് പേ ബാക്ക് പീരീഡ് ഇവർക്ക് സാധിച്ചത്, ഈ 5 ലക്ഷം രൂപ ഇവർക്ക് എത്ര കാലം കൊണ്ട് നേടാൻ സാധിച്ചു? അതെന്താണ്, വളരെ സിമ്പിളാണ്. I ഡിവൈഡ് ബൈ C. I എന്ന് വെച്ചാൽ എന്താണ്, ക്യാഷ് ഔട്ട്ലേ ആണ്. C എന്താണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിലവാക്കിയ തുക അവിടെ എഴുതുക, ഡിവൈഡ് ബൈ നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ 5 കൊല്ലം കൊണ്ട് എന്താണ് ഈ 5 ലക്ഷം രൂപ അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. വെൻ ക്യാഷ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആർ അൺഈക്വൽ, അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആണെങ്കിൽ, ഇവിടെ നമ്മളെന്താണ് എല്ലാ പ്രതിവർഷവും 1 ലക്ഷം രൂപയാണ് കിട്ടിയതെങ്കിൽ ഇവിടെ അൺഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് കണക്ക് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ക് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 2 ആണ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട് 1 ലക്ഷം രൂപ. ക്യാഷ് ഇൻഫ്ലോ ആദ്യ വർഷം 10,000 രൂപ, രണ്ടാമത്തെ വർഷം 15,000 രൂപ, മൂന്നാമത്തെ വർഷം 25,000 രൂപ, നാലാമത്തെ വർഷം 30,000 രൂപ, അഞ്ചാമത്തെ വർഷം 30,000 രൂപ. ഇങ്ങനെ വരുന്ന നേരത്തെ എങ്ങനെയാണ് ഇവർക്ക് എത്ര കാലം കൊണ്ടാണ് ഇവർക്ക് പേ ബാക്ക് ലഭിച്ചത്, ഇത്ര കാലം കൊണ്ടാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 1 ലക്ഷം രൂപ ലഭിച്ചത് എന്നാണ് ചോദ്യമുള്ളത്. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡ് ടു കവർ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1 lakh കംസ് ടു 4 years and 8 months. 80,000 ഈസ് റിക്കവേർഡ് ഇൻ 4th years ടു റിക്കവർ ദി ബാലൻസ് ഓഫ് 20,000. അതായത് എന്താ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം എത്ര കിട്ടി, 10 കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ 1 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ വർഷം എത്ര കിട്ടി, 15,000 കിട്ടി. അപ്പോൾ എത്ര, 25,000 സെക്കൻഡ് ഇയറിൽ. മൂന്നാമത്തെ വർഷം എത്ര, 25,000 കിട്ടി. 25,000. ഓക്കെ, അപ്പോൾ 25,000 മൂന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര, 25 കിട്ടി. ഇതും കൂടി 50,000 കിട്ടി മൂന്നാമത്തെ വർഷം. നാലാമത്തെ വർഷം അവർക്ക് 30,000 കിട്ടി. ഓക്കെ, 30,000 എന്ന് പറയുമ്പോൾ 50,000 കൂടെ 30,000 80,000 കിട്ടി. ഇനി ഒരു 20,000 കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ആ 20,000 അഞ്ചാമത്തെ വർഷം 30,000 കിട്ടിയത്. അപ്പം 20,000 ബാക്കിയുണ്ട്. അപ്പോൾ ബാലൻസ് നിങ്ങൾ ഇവിടെ എഴുതുക, 20,000 ഡിവൈഡഡ് ബൈ 30,000. അപ്പോൾ എത്ര, 2/3. അപ്പോൾ അവർക്ക് കിട്ടിയ പേ ബാക്ക് പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ നാലാമത്തെ വർഷമാകുമ്പം 80,000 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് 20,000 ബാക്കി ഉണ്ടായിരുന്നു. ആ എന്താണ് 2/3 അല്ലേ, 2/3 ഇയേഴ്സ് കൊണ്ട് 4 കൊല്ലം എന്താണ് അതിൻ്റെ 2/3 സമയം കൊണ്ട് എന്ത് കിട്ടി, ഇവരുടെ പേ ബാക്ക് പീരീഡ് കിട്ടി. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എന്താണ്, ഫുൾ ഇയർ ബിഫോർ ഫുൾ റിക്കവറിക്ക് മുന്നുള്ള ഇയർ വരെ കാൽക്കുലേറ്റ് ചെയ്യുക, മൈനസ് എന്ത് ചെയ്യുക, അൺറിക്കവേർഡ് എമൗണ്ട് ഡിവൈഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുക. ഈ വർഷം 10, ഇവിടെ എത്തുമ്പോൾ 25ആയി, ഇവിടെ 50ആയി, 80ആയി, ഇവിടെ എത്തുമ്പോൾ 10 വരും. അപ്പോൾ നാലാമത്തെ വർഷം എഴുതുക. എന്നിട്ട് ഇവിടെ കിട്ടാനുള്ള എമൗണ്ട് ബാക്കി എത്ര ഉണ്ട്, 80 അല്ലേ കിട്ടിയത്. അപ്പോൾ 20,000 എന്ന് എഴുതുക, ഡിവൈഡ് ബൈ ലാസ്റ്റ് ഇയർ കിട്ടിയ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 30,000. 0 വെട്ടിക്കളയുക. അപ്പോൾ 2/3. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് മെത്തേഡാണ്. പേ ബാക്ക് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് മെത്തേഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ഒന്നെന്താണ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് പോയിന്റ് എഴുതുക, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് പോയിന്റ് എഴുതുക, എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാഷ് ഫോർകാസ്റ്റിംഗ്, അതേപോലെ ക്യാഷ് ബഡ്ജറ്റിംഗ്, അതേപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഈ മൂന്നിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് the method can be used profitability for short term capital project. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രൊജക്റ്റിനും ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ്, ഇറ്റ് മിനിമൈസസ് പോസിബിലിറ്റി ഓഫ് ലോസസ് ത്രൂ എന്താണ്, ഒബ്സലൻസ്. അതായത് തേയ്മാനം കൊണ്ടുള്ള ലോസ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. പിന്നെ എന്താണ്, ലിക്വിഡിറ്റീനെ ഇത് പരിഗണിക്കുന്നുണ്ട്. പിന്നെ ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പ്രൊജക്ട്സ് വിത്ത് ഹൈ അൺസർട്ടനിറ്റി. കൂടുതൽ അൺസർട്ടൺ ആയിട്ടുള്ള പ്രൊജക്ട്സ് എന്താണ്
യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം, ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. പേ ബാക്ക് മെത്തേഡിൻ്റെ അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിയെ ഇത് ഇഗ്നോർ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇഗ്നോർസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ കൃത്യമായിട്ട് ഇത് പരിഗണിക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്ട്സ്. ഓക്കെ, ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് പരിഗണിക്കുന്നില്ല. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എന്നുള്ളത് പരിഗണിക്കുന്നില്ല. അഞ്ചാമത്തെ പോയിന്റ്, ഡസ് നോട്ട് കൺസിഡർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ക്യാഷ് ഇൻഫ്ലോൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ടൈമിങ്ങും എത്ര എന്നുള്ളത് ഇവിടെ പരിഗണിക്കുന്നില്ല. ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഇഗ്നോർസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഇത് അവഗണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേ ബാക്ക് പീരീഡിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡാണ്. നമ്മൾ പേ ബാക്ക് മെത്തേഡ് കണ്ടു, ഇനി പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. ഓക്കെ, അതായത് ഈ പേ ബാക്ക് മെത്തേഡിൻ്റെ ചില ലിമിറ്റേഷൻസ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, എ സീരിയസ് ലിമിറ്റേഷൻ പേ ബാക്ക് പീരീഡ് ഇസ് ദാറ്റ് ഇറ്റ് ഇഗ്നോർസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് period. As a result, the true profitability of the project cannot be judged. The post payback, ഇവിടെ payback എന്നാണ് എഴുതിയിരിക്കുന്നത്. Okay, the post payback method has been developed to overcome this limitation. Under post payback method, the entire cash flow generated from a project during its working life are taken into account. ഓക്കെ, അതായത് മൊത്തത്തിലുള്ള ക്യാഷ് ഫ്ലോ എന്താണ് പരിഗണിക്കുന്നതാണ് എന്ത്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് ഓർ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ടു ടോട്ടൽ ലൈഫ് മൈനസ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ഇൻഫ്ലോസ് ആണ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുക, എക്സാമ്പിൾ 3, ഈച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊജക്ട്സ് കമ്പ്യൂട്ട് പേ ബാക്ക് പീരീഡ് ആൻഡ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൽ നിന്ന് പേ ബാക്ക് പീരീഡും പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി. അതിൽ പ്രൊജക്റ്റ് എൻ്റെ ഇനീഷ്യൽ ഔട്ട്ലേ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, 1 lakh ആണ്. ക്യാഷ് ഇൻഫ്ലോ 20,000 ഓരോ വർഷവും 8 വർഷം വരെ എന്താണ് ഈ 20,000 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രൊജക്റ്റിൽ ഇനീഷ്യൽ ഔട്ട്ലേ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh rupees പിന്നെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഫസ്റ്റ് 3 വർഷങ്ങളിൽ 30,000 രൂപയാണ്, അടുത്ത 5 വർഷങ്ങളിൽ അത് 10,000 rupees. ഇതിൻ്റെയും എസ്റ്റിമേറ്റഡ് ലൈഫ് 8 വർഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, പ്രൊജക്റ്റ് എ. അപ്പോൾ പ്രൊജക്റ്റ് എയിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു 1 lakh, പേ ബാക്ക് പീരീഡ് 5 വർഷമാണ്. ഓക്കെ, പ്രൊജക്റ്റ് എയിൽ വരുന്നത് കാര്യം 20,000 രൂപ എത്ര വർഷം കൊണ്ടാണ് അത് 1,00,000 എത്തുക, അത് 5 വർഷമാണ്. കാര്യം 1 lakhനെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 5 ലക്ഷം കിട്ടും. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 20,000. ഇനി പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റാണ്. അതായത് 8 വർഷം വരെ എന്ത് കിട്ടിയിട്ടുണ്ട്, 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതാണെന്ത് 1,60,000 ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക, ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ടുള്ള 1 lakh മൈനസ് ചെയ്താൽ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, 60,000 ആണ്. ഓക്കെ, അപ്പോൾ അതാണെന്ത് നമ്മുടെ ഈ പറയുന്ന പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. ഇനി പ്രൊജക്റ്റ് ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ ദെർഫോർ പേ ബാക്ക് പീരീഡ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോവേഴ്സ്. നെക്സ്റ്റ് പേജ് നോക്കാം. ഓക്കെ, പ്രൊജക്റ്റ് ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ വന്നിരിക്കുന്നത്? 30,000 ആണ്. അങ്ങനെ 3 വർഷം വരെ 30,000 ആണ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷങ്ങൾ, ആദ്യത്തെ 3 വർഷങ്ങളിൽ 30,000 ആണ് ക്യാഷ് ഇൻഫ്ലോ റിട്ടേൺ വന്നിരിക്കുന്നത്. പിന്നെയുള്ള 5 വർഷങ്ങളിൽ 10,000. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ തന്നെ എന്തായി? 90,000 പൈസ വന്നു. പിന്നെ റിമൈനിങ് 10,000, അതായത് 1 lakh എത്താണ്ട് 10,000 നാലാമത്തെ വർഷം വന്നു. അപ്പോൾ ഇവിടുത്തെ പേ ബാക്ക് പീരീഡ് എന്താണ്? 4 ഇയേഴ്സാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇവിടെ എങ്ങനെ കിട്ടും? അതായത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഇൻ ലൈഫ് അതെത്രയാണ്? അതായത് 90,000 ആദ്യത്തെ 3 വർഷം, പിന്നത്തെ 5 വർഷങ്ങളിൽ 50,000 രൂപയാണ് എന്ത് ഇൻഫ്ലോ വരുന്നത്. കാര്യം പിന്നത്തെ 5 വർഷങ്ങളിൽ 10,000 രൂപയാണ് എന്ത് ഇവർക്ക് കിട്ടുന്ന ഇൻകം. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,40,000 വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ 1 lakh മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് 40,000. ഇതാണ് നമ്മുടെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കണക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേ ബാക്ക് പീരീഡും അതേപോലെ പോസ്റ്റ് പേ ബാക്ക് മെത്തേഡും കണ്ടു. ഇനി അടുത്തത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. ARR മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പേ ബാക്ക് പീരീഡിനെക്കാട്ടിയും കുറച്ചും കൂടി എത്തുന്നത് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അതായത് അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ആവറേജ് പ്രോഫിറ്റ് ഓൺ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അതായത് ഈ ആവറേജ് പ്രോഫിറ്റിന് പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഹെൻസ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നും ഈ മെത്തേഡിന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദസ് ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി earnings expected from investment over its lifetime. It is based on accounting profit and not cash flow. Cash flow il ninnalla accounting profit il ninnaanu ee method eduthirukunathu. This method is also known as accounting rate of return method. This method is also known as unadjusted rate of return method. ARR is found out by dividing average income by the average investment. Average income ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് അക്കൗണ്ടിങ് റേറ്റ് മെത്തേഡ് പ്രകാരമുള്ള എന്ത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ആവറേജ് റിട്ടേൺ. ആദ്യം റിട്ടേൺസിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതായത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനോട് സ്ക്രാപ്പ് വാല്യൂ ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. അല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. ഈ 2 രീതിയുണ്ട്. ഒന്നുകിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് ഫസ്റ്റ് മെത്തേഡ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുന്നത് സ്ക്രാപ്പ് വാല്യൂ. ഇത് 2 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടുക. ഇത് രണ്ടുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. അതിൻ്റെ കൂടെ ഒന്നും കൂടി ചെയ്യുക, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ARR ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ആദ്യം കിട്ടിയ ആവറേജ് റിട്ടേണിൽ നിന്ന് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, ആനുവൽ ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സസ് ആർ യൂസ്ഡ്. അതായത് ഡിപ്രിസിയേഷനും ടാക്സിനും ശേഷമുള്ള ഏർണിങ്സ് ആണ് നമ്മളിവിടെ ആവറേജ് ഇൻകം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഡിസിഷൻ റൂൾ. അതായത് ഈ ഒരു ARR എന്താണെന്ന് വെച്ചാൽ ഹയർ ദ റേറ്റ് ഓഫ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ബെറ്റർ ദ പ്രൊജക്റ്റ്. അതായത് ഇത് ഹൈ ആണെങ്കിൽ, ഈ ARRൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റ് എടുക്കാം, ആ പ്രൊജക്റ്റ് നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം എന്നതാണ് അതിൻ്റെ ഡിസിഷൻ. അപ്പോൾ ദ ARR ഷുഡ് ബി ഹയർ. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് വൺ ഈസ് ഹയർ, ദെൻ വി വിൽ ടേക്ക് ദ ഡിസിഷൻ ടു ടേക്ക് അപ്പ് ദാറ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 4 നിങ്ങൾ ശ്രദ്ധിക്കുക. 2 പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് X എന്ന് പറഞ്ഞ പ്രൊജക്റ്റും ഒന്ന് Y എന്ന് പറയുന്ന പ്രൊജക്റ്റും. ഓരോ വർഷത്തെയും ഇതിൻ്റെ റിട്ടേൺസ്
കൊടുത്തിട്ടുണ്ട്. അത് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, റിട്ടേൺസ് ഓരോ വർഷത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ARR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ബോത്ത് എക്സ് ആൻഡ് വൈ. എന്നിട്ട് നമ്മുടെ ഡിസിഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എന്താണ് ആവറേജ് ഏർണിങ്സ് ഓഫ് പ്രൊജക്റ്റ് എക്സ് എത്രയാണ് വരുന്നത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര, അതായത് എക്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇതാണ് എക്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. അതിൽ 5000 7000 അത് 12,000 ആയി. ഇതും 12,000. അപ്പോൾ ടോട്ടൽ എത്ര? 24,000. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 വർഷങ്ങളല്ലേ, അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് ഏർണിങ്സ് 6000 വന്നത്. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദി എൻഡ് ഡിവൈഡ് ബൈ 2 ആണ്. കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ് 40,000 ഇവിടെ കൊടുത്തിരിക്കുന്നത്, എൻഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിവൈഡ് ബൈ 2. സ്ക്രാപ്പ് വാല്യൂം കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല, അപ്പോൾ ഒന്നും നോക്കണ്ട. അപ്പോൾ 20,000 എഴുതി വെക്കാം. അപ്പോൾ ARR എത്ര? ഇവിടെ ഈ 6,000 ഇവിടെ എഴുതുക, ഈ കിട്ടിയ 20,000 ഇവിടെ എഴുതുക, ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30% ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് വൈൻ്റെ ARR ഇതേമാതിരി കാണുക. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന നേരത്ത് ഇവിടെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 30,000 വരുന്നത്. ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 7,500 ലഭിക്കും. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 60,000 ആണ്, വേറെ ക്ലോസിംഗ് ഒന്നുമില്ല. ഡിവൈഡ് ബൈ 2 30,000 കിട്ടി. ഈ 7,500 ഇവിടെ എഴുതുക, ഈ 30,000 ഇവിടെ എഴുതുക, ഇൻറ്റു 100. 25% ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അഡ്വാൻറ്റേജസ് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എഴുതുന്ന ഒരു പോയിൻ്റാണിത്. അത് ഒരുവിധപ്പെട്ടതിലൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കുക. പിന്നെന്താണ്, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഏർണിങ്സ് ഓവർ എൻറ്റയർ ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. ഏർണിങ്സിനാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി അത് കൺസിഡർ ചെയ്യുന്നു. അതേമാതിരി എന്താണ്, ഇത് കമ്പയർ ചെയ്യാൻ സുഖമാണ്. പിന്നെന്താണ്, ഇത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഗതിയാണെന്ത് ഈ പറയുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്, ഇത് ടൈം വാല്യൂ ഓഫ് മണീനെ ഇഗ്നോർ ചെയ്യുന്നു. അത് നമ്മുടെ ഇതൊക്കെ ട്രഡീഷണൽ മെത്തേഡാണ്, അതുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണിയെ ഇഗ്നോർ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ്, ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഈച്ച് പ്രൊജക്റ്റ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ സൈസിനെ അത് ഇഗ്നോർ ചെയ്യുന്നു. പിന്നെന്താണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് ഇതിന് ബേസ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ക്യാഷ് ഫ്ലോ ഇത് എടുക്കുന്നില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്, അത് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമേ കൺസിഡർ ചെയ്യുന്നു, പ്രൊജക്റ്റിൻ്റെ ലൈഫ് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെന്താണ്, പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഇത് അവഗണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ARRൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതായത് പ്രോഫിറ്റ് വീണ്ടും സ്ഥാപനത്തിലേക്ക് ഇടുന്നതിനെ കുറിച്ച് ഇത് ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടെക്നീക്ക് എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ്. നമ്മളിതുവരെ ട്രഡീഷണൽ ടെക്നീക്സാണ് കണ്ടത്. ഇനി മെയിനായിട്ട് നമ്മൾ മോഡേൺ ടെക്നീക്സിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ ടെക്നീക്സിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണ് പരിഗണിക്കുന്നത്. അതായത് ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ പരിഗണിച്ചുകൊണ്ടാണ് മോഡേൺ ടെക്നീക്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക, പേ ബാക്ക് മെത്തേഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. അതായത് പേ ബാക്ക് മെത്തേഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും ടൈം വാല്യൂ ഓഫ് മണിയെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ എന്താണ്, ദി ഇനീഷ്യൽ എമൗണ്ട് ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് അസെറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് എ പ്രൊജക്റ്റ് ആൻഡ് ഇൻകം റിസീവ്ഡ് ഫ്രം ദ പ്രൊജക്റ്റ് ഇൻ ഫ്യൂച്ചർ ഈസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് അണ്ടർ the above two methods, but in fact the value of money received in future is not equivalent to the value of money invested today. നമ്മൾ കണ്ടു, ഇപ്പോൾ പേ ബാക്ക് പീരീഡ് നമ്മൾ കണ്ടു, ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 4 വർഷം കൊണ്ട് 1,00,000 രൂപ തിരിച്ച് കിട്ടുമെന്ന് പറയുന്നു. ഓക്കെ, പക്ഷേ ആദ്യ വർഷം ഈ 1,00,000-നുള്ള മൂല്യമായിരിക്കില്ല 4ാമത്തെ വർഷത്തിന് വരിക. ചിലപ്പോൾ അതിന് അപ്പോഴേക്കൊരു 80,000 അല്ലെങ്കിൽ 90,000 വാല്യൂ വരുന്നുണ്ടാവുന്നു. കാര്യം എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിമിനിഷിങ്. ഓക്കെ, അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സിൽ ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഈ ടെക്നീക്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേരിയസ്
ഡിസ്കൗണ്ടഡ് വാല്യൂ ടെക്നീക്സ് എന്ന് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ് എന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് വാല്യൂ മെത്തേഡ്സിൻ്റെ ചില ഫീച്ചേഴ്സ് നോക്കാം. എന്താണ്? ഓൾ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ മെത്തേഡൊക്കെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണുള്ളത്. ദീസ് യൂസ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. ക്യാഷ് ഫ്ലോനെ കുറിച്ചിട്ടാണ് ഈ മെത്തേഡ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ബേസിസിലല്ല. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദി ഇൻട്രസ്റ്റ് ഫാക്ടർ. ഇൻട്രസ്റ്റ് ഫാക്ടറിൻ്റെ കൺസിഡറേഷൻ ഇത് ചെയ്യുന്നുണ്ട്. കാര്യം ഇൻട്രസ്റ്റ് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണക്കാക്കുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ചെയ്താൽ ശ്രദ്ധിക്കുക. ദേ കൺസിഡർ ദി എൻറ്റയർ ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രൊജക്ട് ത്രൂ ഔട്ട് ദി എക്കണോമിക് ലൈഫ്. എൻറ്റയർ ക്യാഷ് ഫ്ലോ എന്താണ് ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ടെക്നീക്സ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ്? ഓക്കെ, അപ്പോൾ മോഡേൺ ടെക്നീക്സിൽ വരുന്നതാണ് ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്. Second one, profitability index method. Third one is internal rate of return method. And the fourth one is net terminal value method. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്, ബെനിഫിറ്റ്സ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് ടു പ്രസൻറ്റ് വാല്യൂ. എല്ലാ ഔട്ട് ഗോയിങ് ക്യാഷും എല്ലാ ഇൻകമിങ് ക്യാഷും എന്താണ് പ്രസൻറ്റ് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ് ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ NPV എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് പേജിൽ NPVക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്. അത് ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് നേരെ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 5 ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊജക്ട്സ് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1 lakh. The cash inflow of project A are ₹30,000, 40,000, 40,000, 30,000 and 30,000. പ്രൊജക്റ്റ് എയിൽ വരാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 30,000, 40,000, 40,000, 30,000, 30,000. ഇനി പ്രൊജക്റ്റ് ബിയിൽ വരാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് വെച്ചാൽ 20,000, 30,000, 50,000, 40,000, 30,000. ഓൺ ദി ബേസ് ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് വിച്ച് പ്രൊജക്റ്റ് ഇസ് മെത്തേഡ്? ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ശ്രദ്ധിക്കുക. അതായത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ സംഗതി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അത് 15% ആണ് വരുന്നത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ശരിക്കും പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുക്കണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്കൗണ്ട് ഫാക്ടർ കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടേബിൾ ഫോമാറ്റിൽ എഴുതുക. ആദ്യം പ്രൊജക്റ്റ് എ ആദ്യം എഴുതിയിട്ട് പിന്നെ പ്രൊജക്റ്റ് ബി എഴുതിയാൽ മതി. അപ്പോൾ പ്രൊജക്റ്റ് എയിൽ ആദ്യം തന്നെ ഇയേഴ്സ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം 0 ഇയറിലാണ് തുടങ്ങുക. ഫസ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നടക്കുന്നത് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,00,000 രൂപയാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ₹1 lakh ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മൈനസ് എമൗണ്ടാണ് വരുന്നത്. അത് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് എത്ര വരിക? പ്രസൻറ്റ് വാല്യൂ. അത് നമ്മൾ നിലവിൽ ആ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പോയി ചിലവാക്കുന്ന പൈസയാണെന്ത്? 1,00,000 രൂപ. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 1,00,000 തന്നെയാണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 lakh into 1 divided by 1 plus 15 divided by 100 raised to 0 വരും. raised to 0 വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ 1 ആവും. അപ്പോൾ 1 divided by 1 എന്താണ്? 1 തന്നെ. അപ്പോൾ 1 into 1 lakh എത്രയാണ്? 1 lakh തന്നെ വരുള്ളൂ. ഇനി ഇവിടെ വരുന്നത് പിന്നെ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ നമുക്കൊക്കെ ഇൻഫ്ലോ ആണ് വരുന്നത്. 30, 40, 40, 30, 30 ഇവിടെ കൊടുത്ത പോലെ. ഓക്കെ, ഇവിടെ കൊടുത്ത പോലെ.
അപ്പോൾ അതിനൊക്കെ പ്രസൻറ്റ് വാല്യൂ കാണാം. അപ്പോൾ ഇവിടെ റേസ് ടു 0 വന്നു നമുക്ക് അല്ലേ. ഇവിടെ ഫസ്റ്റ് 0 ഇയറിൽ വരുമ്പോൾ റേസ് ടു 0 വരിക. നെക്സ്റ്റ് ഇയറിൽ എന്താണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 15 ഡിവൈഡ് ബൈ 100 ഈ സംഗതി എന്താവും 0.15 ആവും. അപ്പോൾ 1.15 വരിക, റേസ് ടു 1 വരും. ഓക്കെ, അതായത് 1 ഡിവൈഡ് ബൈ 1.15 അതാണ് ഈ പറഞ്ഞ 0.870. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ റേസ് ടു 2 വരുമ്പോൾ എന്ത് വരും, ഈ ഒരു വാല്യൂ വരും. റേസ് ടു 3 വരുമ്പോൾ ഈ ഒരു വാല്യൂ വരും. 4 വരുമ്പോൾ ഈ ഒരു വാല്യൂ വരും. ഇനി ഇവിടെ 5 വരുമ്പോൾ ഈ ഒരു വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഓരോ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസൻറ്റ് വാല്യൂ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഈ സംഗതികളെല്ലാം ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. അതിൽ നിന്നും ഇത് നെഗറ്റീവ് വാല്യൂ അല്ലേ, നെഗറ്റീവ് വാല്യൂ മൈനസ് ചെയ്താൽ 14,750 ആണ് ഇതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൊജക്റ്റ് ബീൻ്റെത് ഇവിടെയും എന്താണ് 0 ഇയർ ആണ്. 1, 2, 3 അപ് ടു 5 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്താ വരുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്. ഫസ്റ്റ് തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh തന്നെയാണ് വരുന്നത്. ഇനി ഇതിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ 20,000 ഉണ്ട്, 30,000, 50,000, 40,000, 30,000. കാര്യം ഇതേ സെയിം റേറ്റ്, കാര്യം ഡിസ്കൗണ്ട് ഫാക്ടർ സെയിം ആണ്, നമ്പർ ഓഫ് ഇയേഴ്സും സെയിം ആണ്. അതുകൊണ്ട് ഇതേ റേറ്റുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓരോന്നുമായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക, ഇത് ആഡ് ചെയ്യുക, ഇത് മുതൽ ഇതുവരെ ആഡ് ചെയ്യുക, എന്നിട്ട് ഈ 1 lakh ഇവിടുന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 10,770 കിട്ടി. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണെന്ന് വരും. പ്രൊജക്റ്റ് എ ഇസ് എ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, വളരെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ നമ്മൾ നെക്സ്റ്റ് പേജിലാണ്. അപ്പോൾ ഈ ഒരു പാസേജ് ശ്രദ്ധിക്കുക. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ യൂണിഫോം ഓവർ ഡിഫറെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് യൂണിഫോം ആണെങ്കിൽ എല്ലാ വർഷവും 10,000 അല്ലെങ്കിൽ എല്ലാ വർഷവും 5,000 കിട്ടുക എന്നൊക്കെ പറഞ്ഞ കണക്കാണെങ്കിൽ ഇനി ഏത് മെത്തേഡാണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് NPV മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഠിക്കേണ്ട കാര്യമല്ല, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് NPV മെത്തേഡിൻ്റെ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, ഇത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് എന്താണ്, ഇറ്റ് കൺസിഡേഴ്സ് ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ എൻറ്റയർ പ്രൊജക്ട് ലൈഫ്. പ്രൊജക്ട് ലൈഫ് എൻറ്റയർ വരുന്ന, അതായത് എത്ര കാലം അത് പ്രൊജക്റ്റ് പോകുന്നു അത്രയും വരുന്ന ക്യാഷ് ഫ്ലോ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ദിസ് മെത്തേഡ് ഈസ് സൂട്ടബിൾ വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. അതായത് യൂണിഫോം അല്ലെങ്കിൽ കൂടി എന്താണ് ഇത് യൂസ്ഫുൾ ആകും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി, ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതെടുത്താൽ ഇത് ഒഴിവാക്കേണ്ടി വരും, ഇതെടുത്താൽ ഇത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഇത് ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് മേ നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഇൻ കേസ് ഓഫ് 2 പ്രൊജക്റ്റ്. 2 പ്രൊജക്റ്റ് ഒരുമിച്ച് എടുക്കുന്ന നേരത്ത് കൃത്യമായൊരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് നമുക്ക് തന്നോളണം എന്നില്ല. രണ്ടാമത്തെ പോയിന്റ് ചെയ്താൽ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട്സ് ഇൻവോൾവിങ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ പ്രൊജക്റ്റ് യൂസ്ഫുൾ അല്ല. ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്സ് വിൽ ഗിവൺ ഡിഫറെൻറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡിസ്കൗണ്ട് റേറ്റ് 15% അതിപ്പോൾ 8% ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് റിസൾട്ടായിരിക്കും കിട്ടുക. ചിലപ്പോൾ പ്രൊജക്റ്റ് ബി ചിലപ്പോൾ നന്നായി വന്നോളാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എന്താണ് ഡിസ്കൗണ്ട് ഫാക്ടറിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ പോയിന്റ്, ഒരു ഡിസ്കൗണ്ട് റേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ എന്താണ്, ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ കീ വേർഡ്സ് വെച്ചിട്ട് ആദ്യം അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് കണ്ടു. ഇനി അടുത്തത് കാണാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഓർ ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഓക്കെ,
അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഓർ സിംപ്ലി ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നുള്ളത്? ഓർ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ടു കമ്പയർ പ്രൊജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ് ഉള്ള പ്രൊജക്റ്റ് കമ്പയർ ചെയ്യാൻ എന്താണ് ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടതിലൊക്കെ പ്രൊജക്റ്റ് എയ്ക്കും പ്രൊജക്റ്റ് ബിക്കും സെയിം ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്, ഔട്ട്ലേ വരുന്നത് സെയിമാണ്. ഡിഫറെൻറ്റ് ഔട്ട്ലേ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്ത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഓക്കെ, അതാണ് ഇവിടെ ഇതാ കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ രണ്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരു പ്രൊജക്റ്റ് എക്ക് 1,00,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊജക്റ്റ് ബിക്ക് 50,000 റുപ്പീസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നെങ്കിൽ അപ്പോൾ ഒരു കമ്പാരിസണിലൊക്കെ കുറച്ചും കൂടി നല്ലത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പി വി ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതാണ് എന്ത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിവൈഡ് ബൈ പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് വേണമെങ്കിൽ നമുക്കിത് എങ്ങനെ ഈ ഒരു രീതിയിൽ ഇത് എക്സ്പ്രസ് ചെയ്യാം. ആദ്യം എൻ പി വി കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക, കണക്ക് കൂട്ടുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 6 കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ട്സ് എക്സ് ആൻഡ് വൈ ആർ ഹാവിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 50,000 ആൻഡ് 1 lakh. അതായത് എക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000, വൈൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh റെസ്പെക്റ്റീവ്ലി. Their present value of cash inflows are 60,000 and 1,12,000. അതായത് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ 1 lakh 60,000 1,12,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ പ്രൊജക്റ്റ് എക്സ് ആൻഡ് പ്രൊജക്റ്റ് വൈ എന്ന് എഴുതുക. ആദ്യം തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ അത് നിലവിൽ നമ്മൾ അടയ്ക്കുന്ന പൈസയാണ്. അതെന്താണ് -50,000 ആൻഡ് -1 lakh നമ്മൾ ചിലവാക്കുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് എന്താണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് മൈനസ് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത മാതിരി. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടി. അതായത് ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ രണ്ട് രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാം. ഒന്നുകിൽ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ലേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. അതേമാതിരി ഇവിടെയും കൊടുത്തിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ലേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ 1.20 ഇവിടെ 1.12. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈ ഒരു ന്യൂമറേറ്ററിലേക്ക് എഴുതുക. രണ്ടിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എഴുതുക. ഡിനോമിനേറ്ററിൽ സെയിം നമ്മുടെ ഔട്ട്ലേ ആണ് വരുന്നത്. ഓക്കെ, ഈ ഔട്ട്ലേ രണ്ടിലും ഇവിടെയും ഈ ഔട്ട്ലേ തന്നെയാണ് രണ്ട് സ്ഥലത്തും. അതായത് ഡിനോമിനേറ്ററിലുള്ള വാല്യൂസ് ഇത് രണ്ടും എവിടുന്നാണ് വരുന്നത്, ഇത് രണ്ടും ഇവിടുന്നാണ് വരുന്നത്. ഓക്കെ, ഡിനോമിനേറ്റേഴ്സിലെ വാല്യൂ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. ഇനി ബെനിഫിറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് മേലെ എഴുതേണ്ടത്. ഓക്കെ, ഒന്നുകിൽ ഇതിങ്ങനെ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പോൾ രണ്ട് കേസിൽ നോക്കുന്ന നേരത്ത് കൂടുതലുള്ളത് എവിടെയാണ്, എക്സിനാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് കാണുന്നത്. അല്ല എക്സ് 0.20 ആണ്, 20. ഇവിടെ 0.12 വരുന്നുള്ളൂ. ഇവിടെ എന്താണ് 1.12 1.20. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് എക്സ് ഈസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ദാൻ പ്രൊജക്റ്റ് വൈ. ഓക്കെ, ഇനി എഴുതേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, അത് സയൻറ്റിഫിക് ആണ്, ലോജിക്കലാണ്. ഇതെന്താണ് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്താണ് ക്യാപിറ്റൽ റേഷനിങ്ങിൽ വളരെ യൂസ്ഫുൾ ആണ്. ക്യാപിറ്റൽ റേഷനിങ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ചിലവാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ, നമ്മൾ വെക്കുന്ന ചില റേഷനിങ് എന്ന് വെച്ചാൽ ചില നിയന്ത്രണങ്ങളാണല്ലോ, നമ്മൾ ചിലവാക്കുന്നതിലുള്ള ചില നിയന്ത്രണങ്ങൾ. അപ്പോൾ അതിൽ യൂസ്ഫുൾ ആണ്. പിന്നെ എന്താണ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു കമ്പയർ പ്രൊജക്റ്റ്. രണ്ട് പ്രൊജക്റ്റ് നമ്മളെ കമ്പാരിസന് കുറച്ചും കൂടിയും എന്താണ് യൂസ്ഫുൾ ആണ്. എപ്പോൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ പോലും നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്താണ് ഒരേ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. പക്ഷേ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ പോലും നമുക്ക് കമ്പാരിസൺ കുറച്ചും കൂടി എളുപ്പമാണ്.
ഓക്കെ, സയൻറ്റിഫിക് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യുന്നു. ക്യാപിറ്റൽ റേഷനിങ് ആണ് യൂസ്ഫുൾ ആണ്. ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും കമ്പാരിസന് യൂസ്ഫുൾ ആണ്. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് റിഫ്ലെക്ട്സ് ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഡിസ്കൗണ്ട് ടെക്നിക്കിലും ഏതാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആയതുകൊണ്ട് ആ ഒരു പോയിന്റ്, ഇറ്റ് യൂസസ് ടൈം വാല്യൂ ഓഫ് മണി എന്ന പോയിന്റ് എല്ലാ മെത്തേഡ്സിലും, ഡിസ്കൗണ്ടഡ് മെത്തേഡ്സിലൊക്കെ യൂസ് ചെയ്യാം. ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. എല്ലാ ക്യാഷ് ഫ്ലോവും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇതിലും കണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിലും നമ്മൾ കണ്ടതാണ് ഈ ഒരു പോയിന്റ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദിസ് മെത്തേഡ് ഈസ് നോട്ട് അക്കോർഡൻസ് വിത്ത് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളായിട്ട് വലിയൊരു ബന്ധമില്ല ഈ മെത്തേഡിന്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ. അത് കുറച്ചും കൂടി പ്രയാസമാണ്. എന്താണ്, ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദി എഫക്റ്റീവ് ലൈഫ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ എഫക്റ്റീവ് ലൈഫ് എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദോസ് പ്രൊജക്ട്സ് ഹാവിംഗ് അൺഈക്വൽ ലൈഫുള്ള പ്രൊജക്റ്റുകൾ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ വെൻ മെനി സ്മോൾ പ്രൊജക്ട്സ് ഹാവ് ടു ബി അഗ്രിഗേറ്റഡ്. ഒരുപാട് ചെറിയ ആഡ് ചെയ്യുന്ന നേരത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാം, പക്ഷേ ഒരുപാട് പ്രൊജക്റ്റുകൾ, സ്മോൾ പ്രൊജക്ട്സ് വരുന്ന നേരത്ത് ഈ ഒരു മെത്തേഡ് എന്താണ്, അത്ര യൂസ്ഫുൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് കമ്പാരിസൺ ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇത് നമ്മളുടെ കമ്പാരിസൺ എങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യം ഇതിൻ്റെ സിമിലാരിറ്റീസ് നോക്കാം. ഓക്കെ, സിമിലാരിറ്റീസിൽ മൂന്നെണ്ണമാണ് പറഞ്ഞത്. ഇതെന്താണ്, ടൈം വാല്യൂ ഓഫ് മണി എന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണ്. രണ്ടും എന്താണ്, നമ്മൾ ആക്സെപ്റ്റ് റിജക്റ്റും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിഫറൻസസ് ശ്രദ്ധിക്കുക. ഒന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണ്, ആബ്സൊല്യൂട്ട് മെഷർ ഓഫ് പ്രൊജക്ട്സ് ആക്സെപ്റ്റബിലിറ്റി ആണ് കാണുന്നത്. വേറാസ് എന്താണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് എ റിലേറ്റീവ് മെഷർ. ഇത് രണ്ട് നമ്മൾ റിലേറ്റീവ് മെഷറാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ കാണുന്നത്. പക്ഷേ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ കൃത്യമായിട്ട് ഏതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടൊരു എന്താണ് ഒരു പിക്ചർ എന്തിൽ തരുന്നുണ്ട്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ തരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മേ ഗിവ് ഡിഫറെൻറ്റ് ഇവാലുവേഷൻ റിസൾട്ട്. രണ്ട് ഇവാലുവേഷൻ റിസൾട്ടാണ് തരുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ആസ് വെൽ ആസ് എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താ തരുന്നത്, ഡിഫറെൻറ്റ് ഇവാലുവേഷൻ റിസൾട്ട്സ് ആണ് തരുന്നത്. ഓക്കെ, വെൻ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മോണിറ്ററി ബെനിഫിറ്റ് ആർ ഡിഫറെൻറ്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇൻ ടൈംസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ് വരുന്ന നേരത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് വരുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വുഡ് ഗീവ് എ സുപ്പീരിയർ റിസൾട്ട്. ക്യാപിറ്റൽ റേഷനിങ് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ളത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ചെയ്താൽ ഇൻ ഓൾ കേസ് എക്സെപ്റ്റ് ഇൻ ക്യാപിറ്റൽ റേഷനിങ് ഓർ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ടെക്നീക്ക് ഈസ് സുപ്പീരിയർ ടു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ടെക്നീക്ക്. അതായത് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞ സംഗതി ഒഴിച്ചു നിർത്തിയാൽ നെറ്റ് പ്രസൻറ്റ് മെത്തേഡ് കുറച്ചും കൂടി സുപ്പീരിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ NPV പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നീക്കാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ടെക്നീക്സിൽ വരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. NPV മെത്തേഡ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷന് ചാൻസ് കൂടുതലാണ് എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ തിയറി പോർഷൻ കാര്യമായിട്ട് എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന ചോദ്യം വരുന്നതിലും കൂടുതലായിട്ട് അതിൻ്റെ പ്രോബ്ലം ആയിരിക്കാൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ജോൾ ഡീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ റിട്ടേൺ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രൊജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രൊജക്റ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ്സ് ടിൽ ദ റേറ്റ് ഇസ് ഒബ്റ്റെയിൻഡ്. അതായത് നമ്മൾ വേരിയസ് റേറ്റ്സ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ഈ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓക്കെ ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് the present value of cash inflow
ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കംസ് ടു സീറോ. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 വരുന്ന റേറ്റ് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ കാൽക്കുലേഷൻ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം സൈഡാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുക. വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ, അതായത് ഈക്വൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മുടെ പ്രൊജക്റ്റിന് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ ഇവിടെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ, if the cash inflows are uniform or equal, the calculation of IRR is very simple. This can be explained with the help of an example. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് 6000 രൂപയും അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ 2000 രൂപയാണെങ്കിൽ അത് 5 വർഷമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾ PV ഫാക്ടറിൻ്റെ ഒരു റഫ് അപ്രോക്സിമേഷൻ എടുക്കുക. PV ഫാക്ടറിനെ എങ്ങനെ എടുത്താൽ മതി, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 6000 രൂപയാണ്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 2000 രൂപയാണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PV ടേബിൾ, അതായത് ടേബിൾ 2 നിന്ന്, ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ 2 നിന്ന് 5 വർഷത്തെ ഡ്യൂറേഷൻ കൊടുത്തിരിക്കുന്നതിൽ എവിടെയാണ് 3 ഏറ്റവും അടുത്ത് വരുന്നത്, 3ക്ക് തൊട്ട് മുകളിലുള്ളതും തൊട്ട് താഴെയുള്ള 2 റേറ്റ് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് നിങ്ങൾ അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ ഒരു ടേബിളിൽ 3.127 എന്നൊരു റേറ്റ് വരുന്നുണ്ട്. അത് 3ക്ക് തൊട്ട് മുകളിലാണ്. അതേപോലെ അതിൽ തന്നെ 2.9 വരുന്നുണ്ട്. അത് 3ക്ക് തൊട്ട് താഴെയാണ് വരുന്നത്. ഈ 3.127 18% ടേബിളിൽ കാണിക്കുന്നത്. അതേപോലെ ഈ ഒരു റേറ്റ് 20% ടേബിളിൽ കാണിക്കുന്നത്. ഓക്കെ, ആ ടേബിൾ എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റിലേക്കായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. അത് ഒന്ന് ഈക്വൽ ക്യാഷ് ഫ്ലോസ് വരുന്നതും അൺഈക്വൽ ക്യാഷ് ഫ്ലോസ് വരുന്നതുമായിട്ടുള്ള 2 പ്രോബ്ലമാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. കാര്യം വെറുതെ ടൈം ആ സ്റ്റെപ്പൊക്കെ ഡിസ്കസ് ചെയ്ത് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. 22,000 രൂപയാണ് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആദ്യ വർഷം 12,000, രണ്ടാമത്തെ വർഷം കൊടുത്തിരിക്കുന്നത് 4,000, മൂന്നാമത്തെ വർഷം 2,000, നാലാമത്തെ വർഷം 10,000. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആവറേജ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 4 വർഷമാണ് ഈ ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 7,000 രൂപ. ഇനി ഇതിൻ്റെ PV ഫാക്ടർ നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ PV ഫാക്ടർ എങ്ങനെ കണക്കാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ നിന്നും ഇതിൻ്റെ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന PV ഫാക്ടറാണ് 3.14. ഓക്കെ, 3.14 ആണ് PV ഫാക്ടർ. ഇനി നിങ്ങൾ ആനുറ്റി ടേബിളിൽ ഈ 3.14ന് തൊട്ട് മുകളിലുള്ള വാല്യൂ 3.14ന് തൊട്ട് താഴെയുള്ള വാല്യൂ കണ്ടെത്തുക ആനുറ്റി ടേബിൾ 2ൽ. ഓക്കെ, അത് നമ്മൾ ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആനുറ്റി ടേബിൾ 2ൽ 3.14ന് തൊട്ട് മുകളിലുള്ളതും 3.14ന് തൊട്ട് താഴെയുമുള്ള റേറ്റ്സ് കണ്ടെത്തുക. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ട്രയൽ റേറ്റ് ആയിട്ട് നമുക്ക് 10 എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 10നെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ 4 വർഷത്തെ ഓരോന്നിൻ്റെയും ക്യാഷ് ഫ്ലോൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ആദ്യ വർഷം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100. ഈ 10 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ 10 നമ്മൾ ഈ പറഞ്ഞ PV ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആനുറ്റി ടേബിൾ 2 എന്ന് കണ്ടെത്തിയതാണ്. കാര്യം PV ഫാക്ടർ 3.14 ആയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ഈ 3.17 10 എടുത്തു. ഓക്കെ, അപ്പോൾ
അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഓരോ ഡിസ്കൗണ്ട് റേറ്റും കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ റേസ് ടു 1 ആണ് വരിക ഈ കേസിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ റേസ് ടു 2 വരും ഇവിടെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ വരുമ്പോൾ റേസ് ടു 3 വരും. അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ വരുമ്പോൾ റേസ് ടു 4 വരും. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 10/100 എന്താണ്? 10 ഡിവൈഡഡ് ബൈ 100 എന്താണ്? 0.10 ആണ് വരിക. ഓക്കെ, അപ്പോൾ 1 പ്ലസ് 0.10 എത്ര വരും? 1.10. ഓക്കെ, അപ്പോൾ റേസ് ടു 1 എന്ന് വെച്ചിട്ട് ഇവിടെ അത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1.10 അതുപോലെ റേസ് ടു 2 ഈ ഒരു വാല്യൂ ആണ്. 1 ഡിവൈഡ് ബൈ 1.10 റേസ് ടു 2, അതായത് 1.10 ഇൻറ്റു 2 ചെയ്യുക, അതിനെന്ത് 1ആയിട്ട് പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ഈ 0.826. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റേസ് ടു 3 വന്നാൽ എന്താണ്? ഈ ഒരു വാല്യൂ വന്നു. അതേപോലെ റേസ് ടു 4 വന്നാൽ ഈ ഒരു വാല്യൂ വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റിന് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ടിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എമൗണ്ടിൽ എത്താത്തത് കൊണ്ട് നമ്മുടെ 10%, നമ്മൾ നേരത്തെ ഈ പി വി ഫാക്ടർ കണ്ടു, ഇതിന് തൊട്ട് മുൻപുള്ള പി വി ഫാക്ടറിന് തൊട്ട് മുൻപുള്ള നമ്മളെ ആന്വിറ്റി ടേബിൾ നോക്കി കിട്ടിയ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്ന 10% ഇതിൻ്റെ എന്താണ് ഫസ്റ്റ് ട്രയലായിട്ട് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പരിഗണിച്ചു. എന്നിട്ട് ഇതിന് കൂടുതലാവുന്നത് എത്ര? 544 കൂടുതലായിട്ട് വന്നു. അപ്പോൾ അതിന് എങ്ങനെ എഴുതി വെക്കുക? നെറ്റ് പ്രസൻറ്റ് വാല്യൂ പ്ലസ് 544 എന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് വന്നതുകൊണ്ട് ഒരു 2 പോയിൻ്റ് അധികം ഇടുക. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തത് 10% ആയിരുന്നു. ഓക്കെ, 2 പോയിൻ്റ് അധികം ഇട്ടിട്ട് നമ്മളതിനെ 12% ആയിട്ടൊന്ന് അസ്യൂം ചെയ്ത് നോക്കുക. 12% ആയിട്ട് ഇതൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയിട്ട് ആ 12%ൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ഓരോന്നിനും കണ്ടിട്ട് ഇവിടെ 1, 2 വന്നാൽ ഇവിടെ വരും, 3 വന്നാൽ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് 4 വന്നാൽ ഇവിടെ വരും. ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ഓരോന്നിനും 4 വർഷം കൊണ്ട് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളിവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് 21,688 ആണ്. അപ്പോൾ അതും നമ്മുടെ 22,000 എത്തിയില്ല, 22,000 കുറവാണ്. നേരത്തെ കിട്ടിയത് 22,000 കൂടുതലാണ്, ഇത് 22,000 കുറവാണ്. ഇവിടെ നെഗറ്റീവാണ് എന്ത്? 3.12 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു ധാരണ കിട്ടി. 10%-നും 12%-നും ഇടയിലാണ് നമ്മുടെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു അസംഷൻ വെച്ചിട്ട്, അതായത് 10%-നും 12%-നും ഇടയിലാണ് നമ്മുടെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആദ്യം നമ്മളെടുത്ത ലോവർ റേറ്റ് എഴുതി വെക്കുക. അതിൻ്റെ കൂടെ പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങളിവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ നെഗറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉണ്ടല്ലോ. പോസിറ്റീവായിട്ട് കിട്ടിയിരുന്നത് 544 ആയിരുന്നു അല്ലേ? നമ്മൾ 22,544 രൂപയായിരുന്നു ആദ്യം ഈ 10% അടുത്ത് കിട്ടിയത്. അതിന് പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നാണ് വരിക. കുറഞ്ഞ എമൗണ്ട് അത് എത്ര രൂപയായിരുന്നു കുറഞ്ഞതുണ്ടായിരുന്നതെന്ന് വെച്ചാൽ 312 രൂപയായിരുന്നു കുറവുണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് താഴെ ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഹയർ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ലോവർ റേറ്റ് കുറയ്ക്കുക. അതിവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് എന്ത് ചെയ്യുക? പ്ലസ് 544 ഡിവൈഡഡ് ബൈ 856 ഇൻറ്റു 2, അതായത് 10 - 2. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ലഭിക്കും. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് നമ്മുടെ ഹയർ വാല്യൂ, നമ്മുടെ നോർമൽ കോസ്റ്റ് 22,000 നിന്ന് നമുക്ക് കുറവ് കിട്ടിയ വാല്യൂ മൈനസ് ചെയ്തിട്ട് പിന്നെ അധികം കിട്ടിയ വാല്യൂവിൽ നിന്ന് കുറവ് കിട്ടിയ വാല്യൂ താഴെ മൈനസ് ചെയ്ത് വെച്ചിട്ടും ഇതേ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ അതിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. വെറുതെ ഓവർ ബേർഡൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു മെത്തേഡ് പഠിക്കുക, ഈ ഒരു ഇക്വേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 2 ടേബിൾ നമുക്ക് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യണം. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് IRRൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക, അതേപോലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കുക. അപ്പോൾ അഡ്വാൻറ്റേജസിൽ പറയുന്നത് ഇതെന്താണ്, ദിസ് മെത്തേഡ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോ ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ എൻറ്റയർ ക്യാഷ് ഫ്ലോ അത് പരിഗണിക്കുന്നുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി പരിഗണിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് 4ാമത്തെ പോയിന്റ് പറയുന്നത് ട്രൂ പിക്ചർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഹാവിങ് ഡിഗ്രി ഓഫ് റിസ്ക് ക്യാൻ ബി ഈസിലി കമ്പയർഡ്. ഡിഗ്രി ഓഫ് റിസ്ക് കമ്പയർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഡിസ്അഡ്വാൻറ്റേജസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഓക്കെ, പിന്നെ കുറച്ച് TDS ആണല്ലേ, നമ്മൾ ആദ്യം 2 ടേബിളൊക്കെ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, ഇൻ സർട്ടൻ കണ്ടീഷൻസ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് എനി ഡിസിഷൻ. ചില കണ്ടീഷൻസിൽ ഇറഗുലർ ക്യാഷ് ഫ്ലോ ഒരുപാട് വരികയാണെങ്കിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നെ 3ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇറ്റ് മേ yield നെഗറ്റീവ് റേറ്റ് ഓർ മൾട്ടിപ്പിൾ റേറ്റ് വിച്ച് ഇസ് റാദർ കൺഫ്യൂസിങ്. ആദ്യം നെഗറ്റീവ് റേറ്റ് മൾട്ടിപ്പിൾ റേറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. 5ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് ഇത് അധികം ലാർജ് പ്രൊജക്ട്സിനാണ്. 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇത് ലാർജ് പ്രൊജക്ട്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി ശ്രദ്ധിക്കുക, കമ്പാരിസൺ ബിറ്റ്വീൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആൻഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും നെറ്റ് പ്രസൻറ്റ് വാല്യൂ തമ്മിലുള്ള കമ്പാരിസനാണ് അടുത്തതായിട്ട് പറയുന്നത്. ആദ്യം ഇതിൻ്റെ സിമിലാരിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് രണ്ടും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും ബോത്ത് ലീഡ് ടു ദ സെയിം ആക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ ഡിസിഷൻ റൂൾ. രണ്ടും ആക്സെപ്റ്റൻസും റിജക്ഷനുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന 2 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. 3ാമത്തെ പോയിന്റ് പറയുന്നത് ബോത്ത് മെത്തേഡ്സ് യൂസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ്. ടാക്സിന് ശേഷമുള്ള ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് ബോത്ത് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ബോത്ത് കൺസിഡർ ക്യാഷ് ഇൻഫ്ലോസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ്. 2 മെത്തേഡും ക്യാഷ് ഇൻഫ്ലോ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റിനെ എടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലൊക്കെ എത്ര കാലം വരെ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ, അതുവരെയുള്ള ഇൻഫ്ലോ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിലും IRRലൊക്കെ മൊത്തം എൻറ്റയർ പ്രൊജക്റ്റിൻ്റെ കാലാവധിയുള്ള മൊത്തം ക്യാഷ് ഫ്ലോ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇനി നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ്. അപ്പോൾ ഡിസ്സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് അസ്യൂംഡ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ അസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, അതായത് മിനിമം ഡിസൈഡ് റിട്ടേൺ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ അത് അസ്യൂമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ പോയിന്റ് ഇറ്റ് ഫോളോസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ.
ഷെയർ ഹോൾഡറിൻ്റെ വെൽത്ത് എങ്ങനെ മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡറിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ അല്ല ഇത് ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇൻവെസ്റ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതെന്ത് അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എന്ത് കരുതുന്നു വെച്ചാൽ, അതായത് ഒരു ക്യാഷ് ഇൻഫ്ലോ ആർ ഇൻവെസ്റ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിനനുസരിച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ വരിക എന്നുള്ളതാണ് NPV അസ്യൂം ചെയ്യുന്നത്. പക്ഷേ IRR എന്ത് ഇംപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ റീഇൻവെസ്റ്റഡ് അറ്റ് ദി IRR ഓഫ് ദി പ്രൊജക്റ്റ്. വരുന്ന ക്യാഷ് ഇൻഫ്ലോ ഒക്കെ വീണ്ടും പ്രൊജക്റ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് IRR അസ്യൂം ചെയ്യുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഗിവ്സ് ആബ്സല്യൂട്ട് റിട്ടേൺ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആബ്സല്യൂട്ട് ആയിട്ടുള്ള റിട്ടേൺ തരുന്നു, IRR പെർസെൻറ്റേജ് റിട്ടേൺ ആണ് തരുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ക്യാൻ ബി ആഡഡ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ IRR ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ് ആയിട്ട് പറയുന്നത്. ഇനി നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിന് IRR മെത്തേഡിനെക്കാട്ടും ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ സൈഡ് ഹെഡിങ്ങിൽ നോക്കേണ്ടത്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിന് IRR മെത്തേഡിനെക്കാട്ടും ചില ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ പ്രൊവൈഡ്സ് ആബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് നെറ്റ് അഡീഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡറിൻ്റെ വെൽത്തിൻ്റെ ആബ്സല്യൂട്ട് എമൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിന് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഈച്ച് പ്രൊജക്റ്റ് ഈസ് സെയിം. അതായത് റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓരോ പ്രൊജക്റ്റിനും സെയിം ആയിരിക്കും നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിന്. പക്ഷേ IRR മെത്തേഡ് ഡിഫറെൻറ്റ് റേറ്റ് ആണ് തരിക. ഇനി നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓൾവേസ് റാങ്ക്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് കറക്റ്റ്ലി. അതായത് മ്യൂച്വലി രണ്ട് ഓപ്ഷൻ എന്നുള്ള ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു പൊസിഷൻ അല്ലെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ രണ്ട് പ്രൊജക്റ്റുകൾ നമ്മൾ ഏതെങ്കിലും ഒന്നേ ഇതിൽ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കൃത്യമായിട്ട് ഇതിൽ ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നേരെ മറിച്ച് IRR അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് സഹായിക്കില്ല. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ തസ് ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. പക്ഷേ IRR അതല്ല. അതുകൊണ്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂലാണ് കുറച്ചും കൂടി ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സിമ്പിൾ. കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മൾ നേരത്തെ IRRലൊക്കെ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കാൽക്കുലേഷൻ ചെയ്തു അല്ലേ. അതായത് കോസ്റ്റ് ഓഫ് അതായത് നമ്മുടെ ഔട്ട്ലേ ഡിവൈഡ് ബൈ ആവറേജ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെ നമുക്കൊരു ഒരു ഫാക്ടർ കിട്ടി, PV ഫാക്ടർ കിട്ടി. ആ PV ഫാക്ടർ വെച്ച് നമ്മൾ ആ ഒരു ആനിറ്റി ടേബിൾ നോക്കി. ആ ആനിറ്റി ടേബിൾ നോക്കിയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, നമ്മളതിൻ്റെ ഈ പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ് എടുക്കേണ്ടത്. പക്ഷേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡും IRR മെത്തേഡിനെക്കാട്ടിയുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിലുള്ള അധികമുള്ള ഈ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത മെത്തേഡായിട്ട് വരുന്നത് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, NTV മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. അപ്പോൾ എന്താണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് നോക്കാം. This method is based on the assumption that every annual cash inflow is received at the end of the year and is reinvested in another asset at a certain rate of return from the moment. അതായത് ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ക്യാഷ് ഇൻഫ്ലോ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റുമെന്നാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഫോർ എ സർട്ടൺ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ മൊമെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് റിസീവ്ഡ് ടിൽ ദ ടെർമിനേഷൻ ഓർ ദി എൻഡ് ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഔട്ട്ലേ ചെയ്തു. ഓക്കെ, പ്രൊജക്റ്റിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ്, പീരിയോഡിക്കലായി കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് യൂസ് ചെയ്യാതെ അത് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ നടത്തുന്നു. ഓക്കെ,
ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ ടെർമിനേഷൻ്റെ സമയത്ത് മാത്രമേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എന്താണ് മൊത്തമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശും അതേപോലെ റിട്ടേണും കൂടി ചേർത്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈസ ഇവിടെ നിക്ഷേപിക്കുന്നു, ഇവിടുന്ന് കിട്ടുന്ന വരുമാനം ഫുള്ള് എന്താണ് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടുന്നു. ഈ പ്രൊജക്റ്റ് അവസാനിക്കുന്ന സമയത്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഈ ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ. ഇതാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ടെർമിനൽ വാല്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ടെക്നീക്കാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സിമ്പിൾ ടെക്നീക്കാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്, പെട്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് അവോയ്ഡ്സ് ഇൻഫ്ലുവൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ കോംപ്ലിക്കേഷൻ ഇവിടെ ഇല്ല. നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ഇത് കൂടുതലും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് വെച്ചാൽ. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രൊജക്ട് ദ ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് പ്രയാസമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഓഫ് 2 or more മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. 2 പ്രൊജക്റ്റ് ഉണ്ട്, അതിലൊന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വെക്കുക. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഇത് യൂസ്ഫുൾ അല്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നമുക്കിത് താഴെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്, ആ കണക്ക് ശ്രദ്ധിക്കാം. എക്സാമ്പിൾ 9, എ പ്രൊജക്റ്റ് കോസ്റ്റ് ₹20,000 വിത്ത് എ ലൈഫ് ഓഫ് 5 years. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ എത്രയാണ്, അല്ലെ ഔട്ട്ലേ എന്ന് വെച്ചാൽ 20,000 രൂപയാണ്. ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 5 വർഷമാണ്. ദ ക്യാഷ് ഇൻഫ്ലോ ഈസ് ₹5,000 പെർ ആനം. 5,000 രൂപ പ്രതിവർഷം ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് അറ്റ് വിച്ച് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ക്യാൻ ബി റീഇൻവെസ്റ്റഡ് ആർ ആസ് ഫോളോസ്. ഓക്കെ, അത് താഴെ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പൈസ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടുകയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ക്യാഷ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടാൻ പോകുന്നത്. അത് പ്രതിവർഷം കിട്ടുന്ന 5,000 രൂപ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യ വർഷം ഇതിന് 8% കിട്ടും, രണ്ടാമത്തെ വർഷം 8% കിട്ടും, മൂന്നാമത്തെ വർഷം 9%, നാലാമത്തെ വർഷം 6%, അഞ്ചാമത്തെ വർഷം 5%. Advise whether the above project should be accepted or rejected using NTV method. നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് പ്രകാരം പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണോ എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇത്ര കാലം കൊണ്ടാണ് പ്രൊജക്റ്റ് നിലനിൽക്കുള്ളൂ. ആ ഓരോ വർഷവും ഇതിന് 5,000 രൂപ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ഇനി ആ റിട്ടേൺ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രതിവർഷം കിട്ടാൻ പോകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%, 8%, 9%, 6%, 5%. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആസ് പെർ NTV മെത്തേഡ്, ദ ഫസ്റ്റ് ചാനൽ cash inflow will be received at the end of the year and it will be reinvested for further 4 years. The cash inflow of the second year can be invested for 3 years and so on. The calculation is given below. Okay, അപ്പോൾ ആദ്യ വർഷം കിട്ടുന്ന 5,000 രൂപ എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇത് നമുക്ക് 20,000 രൂപയാണ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ വർഷം അങ്ങനത്തെ എത്ര വർഷങ്ങൾ, 5 വർഷത്തേക്കാണുള്ളത്. ഓക്കെ, 5 വർഷങ്ങൾ. അപ്പോൾ 20,000 രൂപ ആദ്യ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ വർഷം കഴിയുമ്പോഴാണ് കിട്ടുന്നത്, ഇതിൽ നിന്ന് നമുക്ക് 5,000 രൂപ റിട്ടേൺ കിട്ടുന്നത്. ഈ 5,000 രൂപ ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വർഷം മുതൽ ഈ വർഷം വരെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഈ വർഷം ലാസ്റ്റിലാണ് നമ്മൾ ആദ്യത്തെ ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ 4 പ്രാവശ്യമാണ്, 1, 2, 3, 4, 5 പ്രാവശ്യം, 5 പ്രാവശ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ ആദ്യ വർഷം നമുക്ക് കിട്ടുന്നില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റിൽ യാതൊരു റിട്ടേണും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു പലിശ നമുക്ക് കിട്ടുന്നില്ല. കാര്യം എന്താണ്, ഈ പലിശ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ടൈം വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇയർ എഴുതുക, 1 മുതൽ 5 വരെ എഴുതുക. ക്യാഷ് ഇൻഫ്ലോസ് ഓർഡറിൽ എഴുതുക. പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എഴുതേണ്ടത് ആദ്യം 4 എഴുതുക, 3, 2, 1, 0 എഴുതുക. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോന്നിൻ്റെയും റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും താഴെയായിട്ട് എഴുതി വെക്കുക. ഇനി ഇതിൻ്റെ PV ഫാക്ടർ,
എഴുതി വെക്കുക. കാര്യം ഈ റേറ്റിൻ്റെ പി വി ഫാക്ടറാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ആദ്യത്തെ എന്താണ് പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ 0 ആണ് വരുന്നത്. കാര്യം എന്താണ്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ 5 വർഷങ്ങളിൽ 1 2 3 4 5 അപ്പോൾ 5 വർഷങ്ങളിൽ ഇതിലേക്ക് എത്തുമ്പോൾ എന്തായി, ഈ 5000 രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ പലിശയും കിട്ടാനില്ല. ഓക്കെ, കാര്യം ഫർദറായിട്ട് നമുക്ക് എന്താണ് പിന്നെ ഒരു വർഷം കാത്തിരിക്കാനില്ല. ഈ ഒരു 5Kക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ താഴെ 0 എന്ന് എഴുതേണ്ടത്. അപ്പോൾ 4 മുതൽ 0 വരെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, കാര്യം ഇവിടെ നിന്നാണ് നമ്മൾ 5K ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ ഈ 8 എന്ന് എഴുതുക. ഓക്കെ, 8 എന്ന് എഴുതുക. രണ്ടാമത്തേൽ 8, മൂന്നാമത്തേൽ 9, അങ്ങനെ ഓരോന്നായിട്ട് എഴുതി വെക്കുക. ഇവിടെ ഇതെങ്ങനെ ഈ ഒരു സംഗതി എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ പി വി ഫാക്ടറാണ് ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 8, ഇവിടെ 8 ആണ് റേറ്റ്, ഡിവൈഡഡ് ബൈ 100. ഇവിടെ റേസ് ടു എന്ത് വരും, റേസ് ടു 4 ആണ് ഇവിടെ വരിക. ഇവിടെ 4 വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് 3 ആണ് വരിക. ഓക്കെ, അതേപോലെ പിന്നീട് എന്താണ് ഇവിടെ വരുമ്പോൾ അത് 2 വരും, ഇവിടെ 2 വരും, ഇവിടെ റേസ് ടു 1 വരും. ഓക്കെ, ഇവിടെ വരുമ്പോൾ റേസ് ടു 0 വരും. അപ്പോൾ റേസ് ടു 0 എന്തിൻ്റെ കൂടി റേസ് ടു 0 വന്നാൽ താഴെ 1 തന്നെയാണ് വരിക. അതുകൊണ്ട് ഇവിടെ എന്താണ് സെയിം 1 ആണ് ഇവിടെ റേറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ 8 തന്നെയാണ് വരിക. ഇവിടെ വരുമ്പോൾ ഇത് 9 ആവും. ഓക്കെ, ഇത് 9 ആവും. ഇവിടെ വരുമ്പോൾ ഇത് 6 ആകും. ഇവിടെ വരുമ്പോൾ ഇത് 5 ആകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പി വി ഫാക്ടർ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഓരോ 5000-നെയും ഈ പി വി ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക അതിൻ്റെ സമ്മ് കാണുക. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ കോമ്പൗണ്ടഡ് സം. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ചോദ്യത്തിൽ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു 10%. അപ്പോൾ അത് 5 വർഷത്തേക്കുള്ളതിൻ്റെ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ഫാക്ടർ കണക്കാക്കുക. 5 വർഷത്തേക്കുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 5 വർഷമാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ 5 വെച്ചിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട്, അതായത് നമ്മൾ നേരത്തെ NTV മെത്തേഡ് യൂസ് ചെയ്തിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ കിട്ടിയ ആ എമൗണ്ടിനെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാം. അതായത് 29,330 നമുക്ക് കിട്ടിയ എമൗണ്ട് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 100 റേസ് ടു 5. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നേരത്തെ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 0.621 ആണ്. ഇതുമായിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എന്താണ് 18,214 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 20,000 നമ്മളെ ക്യാഷ് ഔട്ട്ലേ എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് നോക്കുക 18,214. അപ്പോൾ നെഗറ്റീവാണ് വരുന്നത്. കാര്യം ഇതിനെക്കാട്ടി കുറവാണ് വരുന്നത്. ഇതിനെക്കാട്ടി കൂടുതലായിരുന്നെങ്കിൽ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് നെഗറ്റീവ് എമൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, പ്രൊജക്റ്റ് എന്താ ചെയ്യുന്നത്, പ്രൊജക്റ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കാനുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് ആണ്. അപ്പോൾ റിസ്ക് അനാലിസിസിനെ കുറിച്ചൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് റിസ്ക് കൂടിയ പ്രൊജക്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ്, അപ്പോൾ ഇവിടെ പറയുന്നത് ആസ് ദ റിസ്ക് ബിക്കംസ് ഹയർ, റിസ്ക് കൂടുമ്പോൾ എന്താണ് റിട്ടേൺ വിൽ ഓൾസോ ബിക്കം ഹയർ. അതാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് റിട്ടേൺ നോക്കുന്ന കൂടെ തന്നെ എന്ത് നോക്കണം, റിസ്ക്കും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിസ്ക് അനാലിസിസ് എന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് അനാലിസിസിൽ എന്താണ് റിസ്ക് റിട്ടേൺ അനാലിസിസ് എന്നുള്ളതായിരിക്കും ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ റിസ്ക് ആൻഡ് റിട്ടേൺസ് ടു സെലക്ട് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ. മോസ്റ്റ് പ്രോഫിറ്റബിൾ, അതായത് റിസ്ക് ആൻഡ് റിട്ടേൺ നോക്കിയിട്ട്, നോട്ട് ഓൺലി റിട്ടേൺ, നമ്മൾ ഇതുവരെ നോക്കിയതൊക്കെ റിട്ടേൺ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റിസ്ക്, ഇതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി നോക്കുക, റിസ്ക്കും കൂടി നോക്കിയിട്ട് മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്, റിസ്ക് റിട്ടേൺ അനാലിസിസ്. അപ്പോൾ ഈ ഒരു എന്താണ് പാസേജ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ,
അതായത് ദ പ്രോസസ് ഓഫ് മുതൽ ഇതുവരെ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റിസ്ക് അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കുക. ഇനി റിസ്ക് റിട്ടേൺ അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ എക്സാമിന് എന്ത് ചെയ്യുക, ഇത് എഴുതി വെക്കുക. ഇനി മെത്തേഡ്സ് ഓർ ടെക്നീക്സ് ഓഫ് റിസ്ക് അനാലിസിസ് ആണ്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസ് ഇതുവരെ കണ്ടു. അതിലെന്താണ് നമ്മൾ ട്രഡീഷണലും കണ്ടു, മോഡേണും ടെക്നീക്സും കണ്ടു. ഇനി റിസ്ക് അനാലിസിസിൻ്റെ ചില ടെക്നീക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് പറയാനുള്ളത്. ഒന്ന് ഇതിലും ട്രഡീഷണൽ ടെക്നീക്സ് ഉണ്ട്. ട്രഡീഷണൽ ടെക്നീക്സിൽ ഫസ്റ്റ് വൺ എന്താണ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഓക്കെ, അണ്ടർ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ടെക്നീക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ എന്താണ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തും. ദിസ് ഇസ് ഡൺ അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്റ്റ്. എത്രമാത്രം റിസ്ക് ഒരു പ്രൊജക്റ്റിനുണ്ട്, അതുകൊണ്ട് എന്താണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കൗണ്ട് റേറ്റിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തും അക്കോർഡിംഗ് ടു ദ റിസ്ക് ഫാക്ടർ. റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ റിസ്ക് കൂടിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കുറച്ച് അൺഫേവറബിൾ ആയിട്ട് വെക്കും. ഓക്കെ, റിസ്ക് കുറവാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കുറച്ചും കൂടി എന്താണ് അനുകൂലമായിട്ടും വെക്കും. ഇങ്ങനെയാണ് ഈ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ഇഫ് ദ റിസ്ക് ഈസ് ഹൈ ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് റേസ്ഡ്. റിസ്ക് കൂടുതലാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കൂടുതലാണ് വെക്കുക. അപ്പോൾ കൂടുതൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് കുറച്ച് അൺഫേവറബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആഡിങ് റിസ്ക് പ്രീമിയം ടു ഡിസ്കൗണ്ട് റേറ്റിന് കൂടെ റിസ്ക് പ്രീമിയം കൂടി ആഡ് ചെയ്യും. ഇനി റിസ്ക് കുറവാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ പറയുന്നത്. ചിലപ്പോൾ ഇതിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്താണെന്ന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാസേജ് നിങ്ങൾ എഴുതി വെക്കുക. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് റിസ്ക് പ്രീമിയം ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ എ റിസ്കി പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൻ്റെ അതിൻ്റെ ഒരു ആൻസറായിട്ട് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഒരു വിധത്തിലൊക്കെ ഈ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം അതൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സുഖമാണ്. പിന്നെന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ഫോർ റിസ്ക് ഫാക്ടറിന് കോമ്പൻസേഷൻ ആണ്. പിന്നെ ഇതെന്താണ് NPV IRRൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. കാര്യം ഇതിലൊക്കെ ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താണ് ആ ഡിസ്കൗണ്ട് റേറ്റ് റിസ്ക് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ റിസ്ക് അവേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് റിസ്ക് ഒഴിവാക്കാനുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഒഴിവാക്കാൻ ഈ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് സഹായിക്കും. ഇനി ഡിമെറിറ്റ്സ് പറഞ്ഞത് സയൻറ്റിഫിക് അല്ല, ഇത് സബ്ജക്റ്റീവ് ആണ്, കോൺട്രവേഴ്ഷ്യൽ ആണ്. കാര്യം ഇത് ഒപ്പീനിയൻസ് ആണ്, അതുകൊണ്ടാണ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രൊജക്ട് വിച്ച് ഈസ് സബ്ജക്ട് ടു റിസ്ക്. ദെയർഫോർ ദി അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ക്യാഷ് ഫ്ലോസ് നോട്ട് ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. അതായത് ക്യാഷ് ഫ്ലോ തന്നെ റിസ്ക്കിയാണ്, കൃത്യമായിട്ട് വരുമാനം തന്നെ വന്നോളുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നുള്ളൂ, ഇവർ ഡിസ്കൗണ്ട് റേറ്റിന് മാത്രമേ വെക്കുന്നുള്ളൂ, റിസ്കിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണീനെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ക്യാഷ് ഫ്ലോന് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഡിസ്കൗണ്ട് റേറ്റ് നോട്ട് ഫോർ ക്യാഷ് ഫ്ലോ. സോ ഇറ്റ് ഇസ് എ ഡിമെറിറ്റ്. പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് അസ്യൂംസ് ദാറ്റ് റിസ്ക് ഇൻക്രീസസ് വിത്ത് ടൈം അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അതായത് ടൈം ഒരു കോൺസ്റ്റൻറ്റ് റേറ്റ് റിസ്ക് കൂടുമെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതെന്താണ്, അതൊരു വാലിഡ് ആയിട്ടൊരു ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ടൈം കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുമെന്നൊരു സജഷൻ അല്ലെങ്കിൽ ഒരു അസംഷൻ ഈ ഒരു മെത്തേഡിലുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, കാര്യം റിസ്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇനി എക്സാമ്പിൾ 10 ഈ പറയുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് ആയി കൂടി വരുന്ന ഒരു പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ അരുൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന 2 ഓൾട്ടർനേറ്റീവ്സ് അവരുടെ മുമ്പിലുള്ളത് X and Y. ഓക്കെ, അപ്പോൾ രണ്ടിനും 5 ലക്ഷമാണ് ഇതിൻ്റെ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ 5 ലക്ഷമാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് രണ്ടിലും ഇങ്ങനെയാണ്. ദ കമ്പനി ഹാസ് എ ടാർഗറ്റ് റിട്ടേൺ ഓഫ് 10%. അപ്പോൾ കമ്പനിക്ക് 10% ആണ് ടാർഗറ്റ് റിട്ടേൺ ആയിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടിലും റിസ്ക് പ്രീമിയം റേറ്റ് 2 പ്രൊജക്റ്റിനും കൊടുത്തിരിക്കുന്നുണ്ട്. Xന് 2%, Yക്ക് 8%. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ റേറ്റിൻ്റെ കൂടെ നമ്മളിതുവരെ ഇപ്പോൾ 10% കൊടുത്താൽ 10 ആയിരുന്നു 1/1 പ്ലസ് ഇപ്പോൾ 10 എഴുതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ X ആകുമ്പോൾ 10ൻ്റെ കൂടെ എന്ത് ചെയ്യുക, 2 കൂടി ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താവും, ഇത് Xൻ്റെ കൂടെ നമ്മളത് ആഡ് ചെയ്യണ നേരത്ത് 10 എന്താവും, 10 12 ആവും. അതേമാതിരി Y ആണെങ്കിൽ 10 പ്ലസ്
10 + 8 ആണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ. അപ്പോൾ 18 നമ്മുടെ എന്ത് റേറ്റ് 18 അപ്പോൾ ഡിവൈഡ് ബൈ 100 × n. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എനിക്ക് നമ്മൾ അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ഈ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം കൂടി നമ്മൾ റിട്ടേണിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സൊല്യൂഷൻ നോക്കാം നെക്സ്റ്റ് പേജിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റ് എക്സിൻ്റെയും പ്രൊജക്റ്റ് വൈൻ്റെയും നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത് നിങ്ങൾ ഇത് രണ്ടിൽ ഏതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ ഇത് കോമൺ ആയിട്ട് ടേബിൾ വരച്ചതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. ഓരോന്നിനും ക്യാഷ് ഇൻഫ്ലോ ക്വസ്റ്റനിൽ കൊടുത്ത് അതേമാതിരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 / എന്താണ് 1 + ഇവിടെ എന്ത് വരും, ഇവിടെ 12 വരിക. കാര്യം 10ൻ്റെ കൂടെ നമ്മൾ റിസ്ക് ഫാക്ടർ 2 കൂട്ടി, ഇവിടെ 18 വരിക. 10ൻ്റെ കൂടെ നമ്മൾ 8 കൂട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ അത് 12 / 100 അതായത് എന്ത് 12 × n. അപ്പോൾ n എന്ന് വരുമ്പോൾ ഈ 1 ആദ്യം ഇവിടെ എഴുതും, പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് 2 വരും. ഓക്കെ, സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിൽ ഇവിടെ 3 വരും. ഓക്കെ, പിന്നെ ഫോർത്ത് ഇയറിൽ ഇവിടെ 4 വരും. അതേമാതിരി ഇവിടെ എന്ത് വരും 1 / 1 + 18 / 100 × n. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിൽ എഴുതുക, ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതുക, എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. രണ്ടിൻ്റെയും എന്ത് ചെയ്യുക ടോട്ടൽ നോക്കുക. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നോക്കണ നേരത്ത് ഇത് കുറവാണ്, ഇതാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇവിടെ നമുക്ക് മൊത്തം റിട്ടേൺ ആയിട്ട് 4,29,330 റിസ്ക്കും കൂടി അടങ്ങി നമ്മൾ നോക്കണ നേരത്ത് എന്താണ് ഇത്ര റിട്ടേണേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ എന്താണ് 5,04,580 രൂപ കിട്ടും. അപ്പോൾ 5 ലക്ഷം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 5-ന്ന് ഇത് കുറവാണ്, 5-ന്ന് ഇത് കൂടുതലാണ്. ഇത് 4,580 രൂപ കൂടുതലാണ്, ഇത് 70,670 രൂപ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ. വൈ ആണ് കൂടുതൽ ഈൽഡ് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് പ്രൊജക്റ്റ് വൈ ബെറ്ററാണ്, അത് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റും കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നീക്കിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് റിസ്ക്കും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു എന്താണ് ടെക്നീക്ക് ആയിരുന്നു, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ടെക്നീക്ക്. ഇനി നെക്സ്റ്റ് ടെക്നീക്ക് നോക്കാം. ഇനി അടുത്ത ടെക്നിക്ക് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡാണ്. സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ പറഞ്ഞത്, അണ്ടർ ദിസ് മെത്തേഡ് ദ റിസ്ക് ഇൻവോൾവ്ഡ് in the project is taken into consideration by adjusting the expected cash flows and not the discount rate. അതായത് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസിലാണ് എന്ത് റിസ്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കൗണ്ട് റേറ്റിലായിരുന്നു ചെയ്തത്. ഇവിടെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ, ഇവിടെയാണ് നമ്മൾ എന്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിസ്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോഎഫിഷ്യൻ്റ് നമ്മൾ കാണുന്നതിൽ ഓക്കെ കോറിലേഷൻ ഫാക്ടറായിട്ട് സെർട്ടനിറ്റി എന്ത് ഇക്വാലൻറ്റ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ മെറിറ്റ്സ് ഇതിലും നമ്മൾ എന്താണ് സിമ്പിൾ മെത്തേഡ് എന്ന് എഴുതി വെക്കുക, ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണെന്ന് എഴുതി വെക്കുക. പിന്നെ എന്താണ് ഇത് ക്യാഷ് ഫ്ലോ എന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, അപ്പോൾ അത് ഒരു മെറിറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കുക. ഇതെന്താണ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിനെക്കാട്ടിയും സുപ്പീരിയർ ആണെന്ന് എഴുതി വെക്കുക. ഡിമെറിറ്റ്സ് ചെയ്താൽ അത് ഡിഫിക്കൽട്ട് കാൽക്കുലേറ്റ് ആണ്. ഇതെന്താണ് ഡസ് നോട്ട് ഡയറക്റ്റ്ലി യൂസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല, ആർബിട്രറി മെത്തേഡാണ്, സബ്ജക്റ്റീവ് ആണിതും. എന്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ചെറിയൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ 11 ക്വസ്റ്റ്യൻ വായിക്കാം. ദർ ആർ 2 projects A and B. Each involves an investment of rupees 1 lakh. The expected cash inflows are certainty coefficient are as follows. അതായത് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസും അതിൻ്റെ കൂടെ തന്നെ ആൻഡ് എന്താണ് സെർട്ടനിറ്റി കോഎഫിഷ്യൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവ് വന്നിരിക്കുന്നത് 1 ലക്ഷമാണ്. 2 പ്രൊജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്, അതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം രൂപയാണ്, പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി. അപ്പോൾ പ്രൊജക്റ്റ് എക്ക് കിട്ടുന്ന ഓരോ വർഷം 3 വർഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ഇതാണ് 60, 50, 50, 60,000, 50,000, 50,000. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓക്കെ സെർട്ടനിറ്റി കോഎഫിഷ്യൻറ്റ് കൊടുത്തിരിക്കുന്നു, അത് 0.8, 0.7, 0.9. ഇനി ക്യാഷ് ഇൻഫ്ലോസ് പ്രൊജക്റ്റ് ബീൻ്റെ ക്യാഷ് ഇൻഫ്ലോ കൊടുത്തിരിക്കുന്നത് 50,000, 70,000, 50,000 ആണ്. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ് സെർട്ടനിറ്റി കോഎഫിഷ്യൻറ്റ് കൊടുത്തിരിക്കുന്നത് 0.9, 0.8, 0.7. ഓക്കെ, അപ്പോൾ റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ്, അതായത് റിസ്ക് ഫ്രീ റേറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്തിരിക്കുന്നത്
1 ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ 10% ആണ്. അപ്പോൾ ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊജക്റ്റ് എ എഴുതി വെക്കുക. കാര്യം ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ വലിയ മാർക്കിനെ ചോദിക്കുള്ളൂ, SIക്ക് മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 3 വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ എഴുതി വെക്കുക. അതിന് എന്താണ് അടുത്ത് തന്നെ കൊടുത്തിരുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോവിഷ്യൻ്റ് അവിടെ എഴുതി വെക്കുക. ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. അതുപോലെ പ്രൊജക്റ്റ് ബി എഴുതുക, 3 വർഷം കൊടുക്കുക, 3 ക്യാഷ് ഇൻഫ്ലോ ക്വസ്റ്റ്യനിൽ കൊടുത്ത് എഴുതി വെക്കുക. ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനനുബന്ധമായി കൊടുത്ത എന്താണ് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോവിഷ്യൻ്റ് അത് ഇവിടെ എഴുതി വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി വെക്കുക. ഇനി ഇതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റ് ഏതിലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നേരത്തെ ചെയ്ത മാതിരി ഏതിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മുടെ റേറ്റ് കൊടുത്ത് നേരത്തെ 10% ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ബൈ 100 വെച്ചിട്ട് 1 + 10 ഡിവൈഡ് ബൈ 100 വെച്ചിട്ട് നമ്മൾ നേരത്തെ എന്താണ് ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടിട്ട് ഇതിൻ്റെ പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇതവിടെ കൊടുത്തിരിക്കുന്നു. പ്രൊജക്റ്റ് എ 3 വർഷങ്ങൾ, ഇവിടെ 3 വർഷങ്ങൾ എഴുതേണ്ടതാണ്. അത് നീട്ടി എഴുതിയത് കൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ റിട്ടേൺസ് ആണ് പരിഗണിച്ചത്. കാര്യം നമ്മളെന്താണ് ഓരോന്നിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയത്. ഇത് പ്രൊജക്റ്റ് ബീൻ്റെ അവിടെ ഉള്ളത് പ്രൊജക്റ്റ് എൻ്റെതിന് തൊട്ട് മുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് 48,000, 35,000, 45,000 കിട്ടിയത്. അതിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക 10% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട്, അതായത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണ്ടേ. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡിവൈഡ് ബൈ 100 റേസ് ടു n ആണ്. n എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ 1 എഴുതുക, സെക്കൻഡിൽ 2, ഇതിൽ 3. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 0.909, 0.826, 0.751. അതേമാതിരി ഇവിടെ എന്താണ് ഇവിടെ ഇതേമാതിരി തന്നെ ചെയ്യുക. സെയിം എന്താണ് സാധനം അവിടെ വന്നിരിക്കുന്ന കാര്യം, സെയിം റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക, ടോട്ടൽ നോക്കുക. എന്നിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ 1 lakh ആയിരുന്നു, അത് നമ്മൾ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇത് ഇവിടെ എന്താണ് 1 lakhനെക്കാട്ടി 6,337 രൂപയാണ് കൂടുതലുള്ളത്. ഇവിടെ 1 lakhനെക്കാട്ടിയും 13,446 rupees കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ബി ആണ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്രൊജക്റ്റ് എ. ഹെൻസ് പ്രൊജക്റ്റ് ബി ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രൊജക്റ്റ് ബി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് റിവിഷൻ ക്ലാസ് ആണ്. വളരെ പെട്ടെന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ.